my dear friends, my dear masters and my dear gods. ഞാൻ മാലിനി മേനൻ എല്ലാവരെയും ധ്യാനോദയം സീസൺ 2ലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് തോട്ട് പവർ ആണ്. സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ പുസ്തകമാണ് തോട്ട് പവർ. തോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജിദ്ദു കൃഷ്ണമൂർത്തി സർ പറഞ്ഞത് തോട്ട്സ് മെമ്മറിയുടെ ഒരു ഭാഗമാണ്, ഓർമ്മകളുടെ ഒരു ഭാഗമാണ്. ആൻഡ് നമ്മുടെ ബ്രെയിൻ ഈ മെമ്മറീൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമുക്ക് ഓർമ്മകൾ ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആൻഡ് മെമ്മറി എവിടെ നിന്നാണ് വരുന്നത്? മെമ്മറി കുറേ ഉണ്ടായ സിറ്റുവേഷൻസ്, നമ്മുടെ എക്സ്പീരിയൻസസിന്, നമ്മുടെ നോളജിന്, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് മെമ്മറി ഉണ്ടാവുന്നത്. ആൻഡ് മെമ്മറിയുടെ ഒരു റെസ്പോൺസ് ആണ് തോട്ട്. തോട്ട് പവറിൻ്റെ ഭൗതിക ശാസ്ത്രം, തത്വശാസ്ത്രം എന്താണ്? ഫസ്റ്റ്, തോട്ട്സിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ സ്പീഡിനെക്കാട്ടും ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1,86,000 മൈൽസ് പെർ സെക്കൻഡ് ആണ്. ബട്ട് തോട്ട്സ് അതിനേക്കാട്ടും സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്. മൈൻഡ് ഒരു വയർലെസ് മെഷീനാണ്. ഇപ്പോൾ ഹിമാലയത്തിലിരിക്കുന്ന ഒരു മഹർഷിക്ക് ഈ വേൾഡിൽ ഇരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ് തോട്ട്സ് അയക്കാൻ പറ്റും. സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ശാന്തിയുടെയും നല്ല തോട്ട്സ് അയക്കാൻ പറ്റും. അത് ട്രാവൽ ചെയ്യുന്നത് ഒരു ലൈറ്റ്നിങ് സ്പീഡിലാണ്. ആൻഡ് ഇവിടുത്തെ ആൾക്കാർക്കെല്ലാം റിസീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരാളുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് നിറഞ്ഞിരിക്കുകയാണ്. ഹേറ്റ്രിഡ്, പക, പ്രതികാരം, അങ്ങനത്തെ പല നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരും അത് റിലീസ് ചെയ്യും. അതും സെയിം ലൈറ്റ്നിങ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യാൻ പോണത്. ആൻഡ് അത് റിസീവ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഒരു സെക്കൻഡിൽ അത് കിട്ടും. ആൻഡ് ട്രാവലിംഗ് എങ്ങനെയാണ് ചെയ്യണത്? ഒരു മീഡിയം വേണം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. സൗണ്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. സൗണ്ടിന്റെ മീഡിയം എന്ന് പറഞ്ഞാൽ എയർ ആണ്. ഇലക്ട്രിസിറ്റി, ഹീറ്റ്, ലൈറ്റ്, അതിന്റെ മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു വെഹിക്കിൾ, വാഹനം എന്ന് പറഞ്ഞാൽ ഈഥർ ആണ്. ബട്ട് നമ്മുടെ തോട്ട്സ് അതിനെക്കാട്ടും സൂക്ഷ്മമായ ഒരു മീഡിയത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്, ലൈറ്റ്നിങ് സ്പീഡിൽ. അത് ആ മീഡിയത്തിന്റെ പേരാണ് മാനസ്, അല്ലെങ്കിൽ മൈൻഡ് സബ്സ്റ്റൻസ്. അതെല്ലാ സ്ഥലത്ത് വ്യാപ്തമാണ്. അതാണ് മീഡിയം, തോട്ട്സിന്റെ മീഡിയം. ഈ തോട്ട്സ് ലിവിങ് തിങ്സ് ആണ്. നമുക്ക് ഒരു സോളിഡ് പീസ് പോലെ തന്നെയാണ് ഒരു തോട്ടിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്, ഒരു സ്റ്റോൺ പോലെ. ഇപ്പം നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യാണ്ടിരിക്കും, നമ്മൾ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ തോട്ട് അത് അതിന് മരണമില്ല, അതെപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. നമ്മളൊരു തോട്ട്സിൻ്റെ ഒരു സമുദ്രത്തിലാണ്. ഏത് സമയം നമ്മൾ അതിലിങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുറേ തോട്ട്സ്, പല ടൈപ്പ് തോട്ട്സ് നമ്മൾ അബ്സോർബ് ചെയ്യും. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളതും കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി അതേ സമയത്ത് നമ്മൾ കുറേ തോട്ട്സ് റിപ്പലും ചെയ്യും. അങ്ങനെ എല്ലാ മനുഷ്യന്മാർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ളൊരു ചിന്താലോകമുണ്ട്, ഒരു തോട്ട് വേൾഡ്. ഈ തോട്ട്സ് വളരെ സൂക്ഷ്മമായ ശക്തികളാണ്. മെയിൻലി നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡ് ശുദ്ധമായിട്ടുള്ള ഫുഡാണെങ്കിൽ നമ്മുടെ തോട്ട്സും പ്യുവറാവും, ശുദ്ധമാവും. അങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ അതിൽ ഭയങ്കര പവർ ഉണ്ടാവും. അത് കേൾക്കുന്ന ആളുടെ ഉള്ളിൽ ഡീപ്പ് ഇംപ്രഷൻസ് ഉണ്ടാക്കും. ആൻഡ് അങ്ങനത്തെ ഒരാൾക്ക് കുറേ ആൾക്കാരുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ആയിരക്കണക്കിന് ആൾക്കാരുടെ. തോട്ട്സ് ഒരു വയർലെസ് മെഷീൻ പോലെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നെഗറ്റീവ് തോട്ട്സ് റിലീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഉള്ളിൽ ഈ ഹേറ്റ്രഡ് അല്ലെങ്കിൽ ഈവൻ ഡിപ്രഷൻ ആൻഡ് സാഡ്നെസ്, ഹേറ്റ്രഡ്, റിവെഞ്ച്, അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവർ ഈ നെഗറ്റീവ് തോട്ട്സ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ നെഗറ്റീവ് തോട്ട്സ് റിലീസ് ചെയ്യുമ്പോൾ ഇത് റിസീവ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ ഉള്ളിൽ വളരെയധികം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. മനസ്സ് വിഷമിക്കുകയും ചെയ്യും, കുറച്ചും കൂടി ഡിസ്റ്റർബ്ഡ് ആവും. ആൻഡ് ഇത് റിസീവ് ചെയ്യുന്ന ആൾക്കാർ ആരായിരിക്കും? അവർക്കും ലോ വൈബ്രേഷൻസ് ഉണ്ടാവും. പല നെഗറ്റീവ് ഫീലിങ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അവർക്കാണ് സിമിലർ ടൈപ്പ് വൈബ്രേഷൻസ് പെട്ടെന്ന് പിടിക്കാൻ പറ്റുക. ആൻഡ് ഈ തോട്ട്സ് മൂവ് ചെയ്യുന്നത് വളരെ ഹൈ സ്പീഡിലാണ്. അപ്പോൾ അതുപോലെ ഇപ്പം നമുക്ക് നല്ല തോട്ട്സ് റിലീസ് ചെയ്യാൻ പറ്റിയാൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല തോട്ട്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുള്ള ആൾക്കാർക്ക് മാത്രമല്ല ദൂരെയുള്ള ആൾക്കാരെ പോലും എഫക്റ്റ് ചെയ്യും. ബിക്കോസ് അതിൻ്റെ സ്പീഡ് അത്ര ഉണ്ട്, മൂവ് ചെയ്യും തോട്ട്സ്. അപ്പോൾ അത് നമ്മൾ പോസിറ്റീവ് തോട്ട്സ് ആണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് വളരെ വലിയ ഹെൽപ്പായിരിക്കും. സന്ത് ജ്ഞാനേശ്വർ, രാജാ ഭർതൃഹരി, മഹർഷി പതഞ്ജലി, അങ്ങനത്തെ കുറേ യോഗികൾ ടെലിപ്പത്തി ഉപയോഗിച്ചിട്ടാണ് സന്ദേശങ്ങൾ അയച്ചതും സ്വീകരിച്ചതും. അന്നത്തെ സമയത്ത് ടെലിഫോണോ ടെലിഗ്രാഫോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ടെലിഫോണോ ഫസ്റ്റ് ടെലിഗ്രാഫ് എന്നൊക്കെ പറയുമ്പോൾ ഈ ടെലിപ്പത്തി തന്നെയായിരുന്നു. ഈ തോട്ട്സിന്റെ വൈബ്രേഷൻസിനെ പറ്റി അറിയാം. എല്ലാ മനുഷ്യന്മാർക്ക് ഒരു സ്വന്തമായിട്ടുള്ളൊരു മെന്റൽ വേൾഡ് ഉണ്ട്. ഈ മെന്റൽ വേൾഡിൽ എല്ലാവർക്കും അവരുടെ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. ആ മെന്റൽ വേൾഡിൽ എല്ലാ മനുഷ്യന്മാർക്ക് അവർക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന പവർ വ്യത്യാസമായിരിക്കും. അതുപോലെ എല്ലാവർക്കും ഒരു ഡിഫറെൻറ്റ് രീതി ഉണ്ടാവും, ബിഹേവിയറിൻ്റെ, ആക്ഷൻ്റെ ഒക്കെ. അപ്പോൾ എല്ലാ ആൾക്കാരുടെ മുഖം വ്യത്യാസം ഉണ്ടാവും, ഫിംഗർ പ്രിന്റ് വ്യത്യാസമാണ്, സംസാരിക്കുന്ന രീതി വ്യത്യാസമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മെന്റൽ വേൾഡും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഡിഫറെൻറ്റ് രീതിയിൽ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നത് ബിഹേവിയർ ഒക്കെ വ്യത്യാസമുള്ള കാരണം നമുക്ക് പെട്ടെന്ന്
ചില സമയത്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് മറ്റൊരാളുടെ വൈബ്രേഷൻ, തോട്ട്സ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ആർഗ്യുമെന്റ്സ് തുടങ്ങണത്, മിസ്അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങണത് അവർ തമ്മിൽ. അതേ സമയത്ത് നമുക്ക് അവരുടെ വൈബ്രേഷൻസ്, അവരുടെ എന്ത് കാരണം കൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ കോറൽ തന്നെ, ആ ഒരു ആർഗ്യുമെന്റ് തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് തോട്ട്സ് അതുപോലെ ഡിസ്റ്റോർട്ടഡ് ഇമേജസ്, ശരിയല്ലാത്ത ഒരു ഇമേജ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ തുടങ്ങും. അത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സ് ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന് അത് കംപ്ലീറ്റ്ലി ക്ലൗഡ് ചെയ്യും, അണ്ടർസ്റ്റാൻഡിങ് കുറയും, ക്ലാരിറ്റി ഉണ്ടാവില്ല. മെല്ലെ മെല്ലെ നമ്മുടെ മെമ്മറി ലോസ് ആവുകയും ചെയ്യും ആൻഡ് മനസ്സിൽ കൺഫ്യൂഷൻ വരും. ഫൈനലി ആളുടെ ഡിസ്ട്രക്ഷനിലേക്കാണ് അവർ പോവുക. അപ്പോൾ തോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കെയർഫുൾ ആയിട്ട് തന്നെ നമ്മൾ തിങ്ക് ചെയ്യണം. കൺസർവേഷൻ ഓഫ് തോട്ട് എനർജി. ഫിസിക്സിൽ ഒരു ടേം ഉണ്ട്, പവർ ഓഫ് ഓറിയന്റേഷൻ. അതിൽ പറയുന്നത് ഒരു മാസ് ഓഫ് എനർജി ഉണ്ടെങ്കിലും കറണ്ട് അതിൽ ഫ്ലോ ചെയ്യില്ല, അതിനെ ഒരു മാഗ്നറ്റിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ പവർ ഓഫ് ഓറിയന്റേഷന്റെ ത്രൂ ആണ് ഇലക്ട്രിക് കറണ്ട് അതിലേക്ക് പാസ് ആവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കുറെ മെന്റൽ എനർജി ഉണ്ട്, അത് നമ്മൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക, മിസ്ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങളും അനാവശ്യ ചിന്തകളിലും നമ്മൾ അതിനെങ്ങനെ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ കറക്റ്റ് ഒരു ഡയറക്ഷൻ, സ്പിരിച്വൽ ഡയറക്ഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ അനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാവും, അതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യരുത്, അതിനെ റിലീസ് ചെയ്യണം. പിന്നെ നമ്മുടെ മൈൻഡിൽ കുറെ ഡിസ്റ്റർബിംഗ് തോട്ട്സ് വരും, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പഠിക്കണം. നമ്മുടെ ഉള്ളിൽ കുറെ ബിലീഫ് സിസ്റ്റംസ് ഉണ്ടാവും, വെച്ചാൽ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ ഉണ്ട് അത്. ആ ബിലീഫ് സിസ്റ്റംസ് അനാവശ്യമാണെങ്കിൽ അത് നമ്മൾ മറക്കണം, അത് ആവശ്യമില്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് അത് റിലീസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിൽ സ്പേസ് വരും, നമ്മുടെ ഉള്ളിൽ ഡിവൈൻ തോട്ട്സിനുള്ള സ്പേസ് വരും. ഈ ഡിവൈൻ തോട്ട്സ്, പോസിറ്റീവ് തോട്ട്സ് നമ്മൾ കൂടുതൽ നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയാൽ മെന്റൽ എനർജി കൂടും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മെന്റൽ റേസ്, അതായത് ഈ എനർജി, അതിൻ്റെ റേസ് എല്ലാം കളക്റ്റീവായിട്ട് ഫോക്കസ്ഡ് ആവും. അങ്ങനെ നമുക്ക് ഈ തോട്ടിന്റെ എനർജീനെ കൺസേർവ് ചെയ്യാൻ പറ്റും. അടുത്തത് സെൽ തിയറി ആൻഡ് തോട്ട്. സെൽസ് എന്ന് പറഞ്ഞാൽ കോശം. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ വളരെയധികം സെൽസ് ഉണ്ട്, എല്ലാം ഭാഗത്ത് സെൽസ് ഉണ്ട് ആൻഡ് എല്ലാ ഓർഗനിലും സെൽസ് ഉണ്ട്. ആൻഡ് ഈ എല്ലാ സെൽസിലും ഒരു ഡിവൈൻ ഇന്റലിജൻസ് ഉണ്ട്. ആൻഡ് അവർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ പെർമിഷൻ മേടിച്ചിട്ടല്ല, അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ അറിയാം. ആൻഡ് ഈ എല്ലാം സെൽസ് നമ്മുടെ മൈൻഡിനോട് കണക്റ്റഡ് ആണ്. അവർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് അവർക്ക് ഇമ്പൾസസ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ മൈൻഡിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓരോ ഇമ്പൾസ് അവരെ എഫക്ട് ചെയ്യും. അപ്പം നമ്മൾ പോസിറ്റീവ് തോട്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൽസിന് അത് ഒരു ബൂസ്റ്റ് ഓഫ് എനർജിയാണ്, ഒരു ലൈഫാണ് അവർക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് നെഗറ്റീവ് തോട്ട്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഡെത്ത് ഇൻഫർമേഷനാണ്, ഡെത്ത് സിഗ്നൽ പോലെയാണ്. നമ്മുടെ ബോഡിയിൽ പല ടൈപ്പ് സെൽസ് ഉണ്ട്. ചില സെൽസിൻ്റെ ഫങ്ഷൻ പ്രൊട്ടക്ഷൻ ആണ്. നമ്മുടെ ബോഡിയിൽ പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഈ സെൽസ് പോയിട്ട് ഈ ബാക്ടീരിയ വൈറസിനെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യും ആൻഡ് ബോഡിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പോൾ ഈ സോൾജർ സെൽസിനും നമ്മുടെ തോട്ട്സ് വളരെയധികം എഫക്റ്റ് ചെയ്യും. അതായത് നമ്മളിപ്പോൾ പോസിറ്റീവ് തോട്ട്സ് ആണിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് നല്ല ശക്തി ഉണ്ടാവും, ഊർജ്ജം ഉണ്ടാവും, അവർ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കും. അതേ സമയത്ത് നമ്മൾ നെഗറ്റീവ് തോട്ട്സ് അയച്ചു കഴിഞ്ഞാൽ അതൊരു ഡെത്ത് ഇമ്പൾസ് പോലെയാണ്. പെട്ടെന്ന് അതിൽ ഒരു പാനിക്, ഒരു ഫിയർ വരും, അതിൻ്റെ കപ്പാസിറ്റി, വർക്കിംഗ് കപ്പാസിറ്റി നല്ലോണം കുറയും. അങ്ങനെ അത് വീക്കാവുമ്പോൾ നമ്മുടെ ബോഡി വീക്കാവും. ബോഡി വീക്കാവുമ്പോൾ ഈ ഫോറിൻ ബോഡീസ്, അതായത് ബാക്ടീരിയ, വൈറസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ കയറും ആൻഡ് അൾട്ടിമേറ്റ്ലി നമുക്ക് വരാൻ പോകുന്ന ഡിസീസാണ്, സൂക്കേടുകൾ. നെക്സ്റ്റ്, പ്രൈമൽ തോട്ട്. ഈ കോസ്മിക് സോൾ, കോസ്മിക് എനർജി, യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു തോട്ടിലാണ് ഈ കംപ്ലീറ്റ് യൂണിവേഴ്സ് ഉണ്ടായത്. എത്രയോ യൂണിവേഴ്സസ് ഉണ്ട്, എത്രയോ ഗാലക്സീസ് ഉണ്ട്, എത്രയോ സോളാർ സിസ്റ്റംസ് ഉണ്ട്, എത്രയോ പ്ലാനറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഈശ്വരന്റെ ഒരു ഇച്ഛയിലാണ് ഉണ്ടായത്, ആ ഒരു തോട്ട്. അതാണ് ഈ പ്രൈമൽ തോട്ട്. നമ്മളെല്ലാവരും ഒരു ബൗണ്ട്ലെസ് വേൾഡ് ഓഫ് തോട്ട്സിലാണ് ജീവിക്കുന്നത്. തോട്ട്സ് തിങ്സ് പോലെയാണ്. ഇപ്പൊ നമ്മുടെ സൗണ്ട്, ടച്ച്, ടേസ്റ്റ്, ഫോം, കളർ, പഞ്ചകോശങ്ങൾ, വേക്കിംഗ്, ഡ്രീമിംഗ്, ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റ്, ഇതെല്ലാം മൈൻഡിന്റെ ഓരോ പ്രോഡക്ട്സ് ആണ്. അതുപോലെ തന്നെ പല ടൈപ്പ് ഇമോഷൻസ്. ആൻഡ് മൈൻഡ് എല്ലാ ഇന്ദ്രിയങ്ങളുടെ കിങ് ആണ്, രാജാവാണ്. ആൻഡ് തോട്ട് എല്ലാം മെന്റൽ പ്രോസസ്സിന്റെ റൂട്ടാണ്. ഒരു ഒബ്ജക്റ്റിന് അതിന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഈ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും നമുക്ക് റെസ്പോൺസ് കിട്ടുക. അതുപോലെ ബിറ്റർനെസ് ആൻഡ് സ്വീറ്റ്നെസ് ഒരു ഫ്രൂട്ടിൻ്റെ, അല്ലെങ്കിൽ നമ്മളൊരാളെ ഫ്രണ്ടായിട്ട് കാണുന്നു, അല്ലെങ്കിൽ എനിമി ആയിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഇതൊരു നല്ല വേർച്യു ആണ്, അല്ലെങ്കിൽ ഇതൊരു ബാഡ് ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ പ്ലഷർ ആൻഡ് പെയിൻ, ഇതെല്ലാം മൈൻഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എല്ലാം പ്രോഡക്ട്സ് ഓഫ് മൈൻഡാണ്. എല്ലാവരും അവരവരുടെ സ്വന്തമായിട്ടുള്ളൊരു തോട്ട് വേൾഡ് ഉണ്ടാക്കുന്നു. ആ തോട്ട് വേൾഡിൽ നിന്നാണ് അവർക്ക് ഹാപ്പിനെസ്സും സാഡ്നെസ്സും എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പോൾ ശരിക്കും ഈ വേൾഡിൽ ഒന്നും നെഗറ്റീവോ ഒന്നും പോസിറ്റീവ് അല്ല. നമ്മൾ എങ്ങനെയാണ് അതിനെ വ്യൂ ചെയ്യുന്നത്, നമ്മൾ എന്താണ് അതിന് മീനിങ് കൊടുക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ചിന്തകൾക്ക് വെയിറ്റ് ഉണ്ടാവും, സൈസ് ഉണ്ടാവും, ഷേപ്പ് ഉണ്ടാവും,
ഫോം ഉണ്ടാവും, കളറും ഉണ്ടാവും, പേരും ഉണ്ടാവും. ഒരു യോഗിക്ക് ഈ എല്ലാം ക്വാളിറ്റീസ്, ഈ എല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് തോട്ടിൻ്റെ അത് അവരുടെ ഇന്നർ ആയിന്ന് കാണാൻ പറ്റും. തോട്ട്സ് തിങ്സ് പോലെയാണ്. അതായത് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ആപ്പിൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കത് തിരിച്ചെടുക്കാം. അതുപോലെ തന്നെയാണ് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള, പവർഫുൾ തോട്ട്സ് നമുക്ക് മറ്റുള്ളവർക്ക് അയക്കാനും പറ്റും, അതുപോലെ റിസീവ് ചെയ്യാനും പറ്റും. തോട്ട്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്, ഗ്രേറ്റ് ഫോഴ്സാണ്. അതിന് മൂവ് ചെയ്യാൻ പറ്റും, സൃഷ്ടിക്കാനും പറ്റും. എല്ലാം തോട്ടിന് ഒരു ഫോം ഉണ്ടാവും, തോട്ട് ഫോം എന്ന് പറയും, അതുപോലെ ഒരു പേരും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു മനസ്സിൽ ഒരു പുസ്തകം, ഒരു തോട്ട് വന്നു പുസ്തകം എന്ന്, അല്ലെങ്കിൽ ഒരു ആപ്പിളിനെ പറ്റിയിട്ട്, ഉടനെ നമ്മുടെ മൈൻഡിൽ ആ ഇമേജ് വരും, തോട്ട് ഫോം വരും, അതിൻ്റെ കൂടെ ആ പേരും വരും. അപ്പോൾ മൂന്നും ഇൻ്റർ കണക്റ്റഡാണ്. ഇൻഫാക്ട് മൂന്നും ഒന്ന് തന്നെയാണ്. അതായത് തോട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ പേരും ഫോമും വരും. അതുപോലെ തോട്ട്സിന് കളറുണ്ട്. ഒരു സ്പിരിച്വൽ തോട്ട്സിന് ഒരു യെല്ലോ കളർ ഉണ്ടാവും. അതുപോലെ എല്ലാം വിട്ടിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്ന വലിയ വലിയ സെയിൻസിൻ്റെ ഒക്കെ ആണെങ്കിൽ അവരുടെ തോട്ട് ഫോംസിനൊക്കെ ഒരു അസ്യൂർ കളർ ഉണ്ടാവും, വൈറ്റ് ലൈറ്റ് ഷൈനിങ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. നെഗറ്റീവ് തോട്ട്സ് ലൈക്ക് ആങ്കർ ഒക്കെ ആണെങ്കിൽ റെഡ് കളർ ആയിരിക്കും. അപ്പോൾ എല്ലാം തോട്ട്സിന് അസോസിയേറ്റഡ് ഒരു കളറും ഉണ്ടാവും. അതുപോലെ പവർ ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. നല്ല പോസിറ്റീവ് തോട്ട്സ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ അതിന് വളരെ ബെനിഫിഷ്യൽ പവർ ആയിരിക്കും. അപ്പോൾ തോട്ട്സിൻ്റെ ഇതാണ് പല ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. എന്തായാലും തോട്ട്സിൻ്റെ ഈക്വൽ ആണ് അതിൻ്റെ പേരെടുക്കുന്നത്, അല്ലെങ്കിൽ ഫോം. മൂന്നും ഒന്നാണ്. പിന്നെ വേറൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തോട്ട്സിന് എക്സ്പാൻഷൻ പവർ ഉണ്ട്. തോട്ട്സ് നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. തോട്ട്സിന് നമ്മുടെ ക്യാരക്ടറിനെ മോൾഡ് ചെയ്യാൻ പറ്റും, ഡെസ്റ്റിനീനെ ഷേപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യാൻ പറ്റും. അത്ര പവർഫുള്ളാണ്. ഇപ്പം നമ്മുടെ മനസ്സിലൊരു വേർഡ് വന്നു, ടീ പാർട്ടി. ഉടനെ തന്നെ നമ്മുടെ മൈൻഡ് ഈ തോട്ട്സ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ടീ പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ അതിൻ്റെ ഒബ്ജക്ട്സ്, അതായത് കപ്പ്, സോസർ, ടേബിൾ മാറ്റ്, ഷുഗർ, മിൽക്ക് പൗഡർ അല്ലെങ്കിൽ മിൽക്ക്, ടീ പൗഡർ, ഇതെല്ലാം നമ്മൾ ആലോചിക്കാൻ തുടങ്ങും. ആരൊക്കെ നമ്മൾ ലിസ്റ്റ് എഴുതണം, ആരൊക്കെയാണ് വിളിക്കേണ്ടത്, എത്ര മണിക്കാണ് ഈ ടീ പാർട്ടി നടത്തേണ്ടത്, അങ്ങനെ പല കണ്ടിന്യൂസ് ഒരു ട്രെയിൻ ഓഫ് തോട്ട്സാണ് വരുന്നത്. അതാണ് ഈ തോട്ട് എക്സ്പാൻഷൻ. ആൻഡ് നമുക്ക് ഈ തോട്ട്സിൻ്റെ കൂടെ ഇങ്ങനെ അൺകൺട്രോളബിൾ ആയിട്ട് ഇങ്ങനെ ഈ തോട്ട്സിനോട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് റിസൾട്ട് ചെയ്യാൻ പോകുന്നത് ബോണ്ടേജിലാണ്. നമ്മൾ ഒരു ബന്ധനത്തിൽ പെട്ടുപോകും. അതേ സമയത്ത് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി, ലിമിറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അതിന്ന് കുറച്ചിട്ട് നമുക്ക് ഒരു തോട്ട്ലെസ് സ്റ്റേറ്റിലൊക്കെ വരാൻ പറ്റിയാൽ നമുക്ക് ലിബറേഷൻ കിട്ടും, ഫ്രീഡം കിട്ടും. ആ സമയത്ത് മാത്രമേ നമുക്ക് ശരിക്കുള്ള ഒരു ഹാപ്പിനെസ് കിട്ടുള്ളൂ. നെക്സ്റ്റ്, ഈ ഔട്ടർ വേൾഡ് നമ്മുടെ ഉള്ളിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ തോട്ട്സിലുണ്ട്. നമ്മൾ കാണുന്ന ഓരോ ഒബ്ജക്ട്സ്, ഔട്ടർ വേൾഡ് എക്സിസ്റ്റ് ഇൻ തോട്ട്സ്. അത് നമ്മൾ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ ഒരു ക്യാൻവസ് പോലെ ഓൾറെഡി അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൃഷ്ണമണിയിൽ ചെറിയൊരു ഹോളാണ് ആ പ്യൂപ്പിളിൽ. സോ ഇത്രയും വലിയൊരു ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ മൗണ്ടൻ ആണ്, അല്ലെങ്കിൽ ഒരു ടേബിളാണ്, അത്രയും ഒരു സൈസുള്ള സാധനം നമ്മുടെ കണ്ണിലേക്ക് അത് ഈ പ്യൂപ്പിളിന് ത്രൂ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ചെറിയൊരു ഹോളിൽ നിന്ന്. അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഫാക്റ്റാണ്. എന്നിട്ട് നമ്മുടെ മൈൻഡിൽ ഓൾറെഡി നമ്മൾ പുറത്ത് കാണുന്ന സാധനങ്ങൾ ഓൾറെഡി നമ്മുടെ മൈൻഡിൻ്റെ ക്യാൻവസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഔട്ടർ വേൾഡ് എക്സിസ്റ്റ് ഇൻ തോട്ട്സ് എന്ന് പറയുന്നത്. തോട്ട്സ്, ആർക്കിടെക്റ്റ് ഓഫ് ഡെസ്റ്റിനി. നമ്മുടെ മൈൻഡിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ പറ്റിയിട്ടോ എന്തെങ്കിലും സാധനത്തിനെ പറ്റിയിട്ടോ നമ്മളിങ്ങനെ എപ്പോഴും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മൈൻഡിലൊരു ഗ്രൂവ് ഉണ്ടാക്കും. ആൻഡ് ഈ തോട്ട് ഫോഴ്സ് ആ ഗ്രൂവിൽ കൂടെ, ആ ഒരു മോൾഡിൽ കൂടെ, അല്ലെങ്കിൽ ആ ഒരു മാർക്കിന്റെ ത്രൂ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതൊരു ഹാബിറ്റാവും. ആ ഹാബിറ്റ് ഡെത്തിന് സർവൈവ് ചെയ്യും. അപ്പോൾ നമ്മൾ മരിച്ചു പോയാലും അടുത്ത ജന്മത്തിൽ ഈ ഒരു പെർട്ടിക്കുലർ തോട്ട്, നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു തോട്ട്, അത് നമ്മുടെ കൂടെ വരും. അടുത്ത ജന്മത്തിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് ആലോചിക്കും. എല്ലാ ആക്ഷന് ഒരു പാസ്റ്റ് ഉണ്ടാവും. ആ പാസ്റ്റിന് കാരണമാണ് ഇന്ന് നമ്മൾ ഒരു പെർട്ടിക്കുലർ ആക്ഷൻ എടുക്കുന്നത്. അപ്പൊ ഈ ആക്ഷൻ ഇപ്പൊ എടുക്കുമ്പോൾ അതിനൊരു ഫ്യൂച്ചറും കൂടെ ഉണ്ടാവും. എല്ലാ ആക്ഷന് ഒരു ഡിസയർ ഉണ്ടാവും. അതിന്റെ തുടക്കം ഒരു ഡിസയർ എന്ന് പറയുന്നത്. ആൻഡ് ഒരു തോട്ടാണ് ആ ഒരു ഡിസയറിനെ ഷേപ്പ് ചെയ്യുന്നത്. ആൻഡ് അത് ആക്ഷനിലേക്ക് രൂപാന്തരം ചെയ്യും. തോട്ട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലിങ്ക് ആണ്, ഒരു കണ്ണിയാണ്, ഒരു എൻഡ്ലെസ് ചെയിൻ ഓഫ് കോസ് ആൻഡ് എഫക്റ്റില്. ഈ കോസ് ആൻഡ് എഫക്ട് ചെയിനിൽ 3 മെയിൻ ആയിട്ടുള്ള കോമ്പോണൻസ് ഉണ്ട്. അതായത് ഒന്ന് ഡിസയർ, ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ ആലോചന അതായത് തോട്ട് ഉണ്ടാവും, പിന്നെ ആക്ടിവിറ്റി ഉണ്ടാവും. അപ്പൊ ഈ ഒരു എൻഡ്ലെസ് സൈക്കിൾ ആണത്. ആ സൈക്കിളിന്റെ ജസ്റ്റ് ഒരു കണ്ണിയാണ് ഒരു തോട്ട്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ കുറെ സെൽഫിഷ് തോട്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വേറൊരാളുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പൈസ, അത് നമുക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഏത് സമയം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത ജന്മം നമ്മളൊരു കള്ളനായി ജനിക്കും. എന്നിട്ട് നമ്മൾ
ആ വീട്ടിൽ പോയിട്ട് നമുക്ക് എന്താ വേണ്ട ആഗ്രഹമുള്ള പ്രോപ്പർട്ടി നമ്മൾ കൈവശാക്കും. അതുപോലെ വളരെയധികം ഹേറ്റ്രഡും റിവെഞ്ചും ഒക്കെ നിറഞ്ഞൊരു മൈൻഡ് ആണെങ്കിൽ, വേറൊരാളോട് അത്രയും വെറുപ്പുണ്ടെങ്കിൽ, ഈ ജന്മത്തിൽ നമുക്ക് അവരെ ഹേർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മം നമ്മളൊരു മർഡറർ ആവും. അതേ സമയത്ത് നല്ല പോസിറ്റീവ് തോട്ട്സ് വെക്കുക, വേറെ ആളെ ഹെൽപ്പ് ചെയ്യുക, ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണെങ്കിൽ ചിലപ്പോൾ അടുത്ത ജന്മം നമ്മളൊരു സെയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ട് ജനിക്കും. അതുകൊണ്ടാണ് സ്വാമിജി എപ്പോഴും പറയുന്നത്, മാൻ ഇസ് ദ മാസ്റ്റർ ഓഫ് ഹിസ് ഡെസ്റ്റിനി, ആർക്കിടെക്ട് ഓഫ് ഹിസ് ഡെസ്റ്റിനി. നമ്മുടെ ഡെസ്റ്റിനിന്റെ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനി ഷേപ്പ് ചെയ്യാൻ പറ്റും. അതിനുള്ള ശക്തി നമ്മുടെ കയ്യിലുണ്ട്. ആ ശക്തി നമ്മുടെ തോട്ട് പവർ ആണ്. നമ്മുടെ ഫ്യൂച്ചർ പോലും നമുക്ക് ഈ തോട്ട് പവർ വെച്ചിട്ട് മാറ്റാൻ പറ്റും. അടുത്ത്, ഈ തോട്ട്സ് നമ്മുടെ ഫേസിന് ചേഞ്ചസ് വരുത്തും. ഒരു ഗ്രാമഫോൺ റെക്കോർഡ് പോലെയാണ് നമ്മുടെ ഫേസ്. നമ്മൾ എന്തൊക്കെയാ ചിന്തിക്കുന്നത് അതെല്ലാത്തിന്റെ റെക്കോർഡ് ഇങ്ങനെ ഫേസിൽ മാർക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനാണ് ഫേസ് ഇൻഡെക്സ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ ഇമോഷൻ, ഓരോ ഫീലിങ്സ്, സെന്റിമെന്റ്സ് നമ്മുടെ മനസ്സിൽ വരുന്നതൊക്കെ ഒരു മാർക്ക് പോലെ ഫേസിലുണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു പോസിറ്റീവ് ആൻഡ് ഡിവൈൻ തോട്ട് മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, മുഖം നല്ലൊരു ബ്രൈറ്റ് ആയിട്ടൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും. നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് കുറെ നാളായിട്ട് ഇങ്ങനെ നെഗറ്റിവിറ്റി നിറച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് ആ ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല, ഡാർക്ക് ആയിരിക്കും, ഒരു മുഖത്ത് സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ഈ തോട്ട്സ് എന്ത് രീതിയിൽ നമ്മൾ ചിന്തിക്കണം അതൊക്കെ നമ്മുടെ ഫേസിൽ റെക്കോർഡായിരിക്കും. അതുപോലെ നമ്മുടെ കണ്ണില് കൂടെ നമുക്ക് മറ്റൊരാളുടെ തോട്ട്സ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. കണ്ണൊരു ടെലിഗ്രാഫിക് ഇൻസ്ട്രുമെന്റ് പോലെയാണ്. അതായത് നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, റിസീവ് ചെയ്യാനും പറ്റും. എന്തൊക്കെ തോട്ട്സ്, എല്ലാ ടൈപ്പ് തോട്ട്സ്, സമാധാനത്തിന്റെ, ശാന്തിയുടെ, വെറുപ്പിന്റെ, ദുഃഖത്തിന്റെ, ആരോഗ്യത്തിനെ പറ്റി എന്ത് തോട്ട്സ് ആവാം, അതൊക്കെ നമുക്ക് മറ്റുള്ളവരിൽ ഈ തോട്ട്സ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് റിസീവ് ചെയ്യാനും പറ്റും. ചില ആൾക്കാർക്ക് ആ കപ്പാസിറ്റി ഉണ്ടാവും. അതായത് കണ്ണിൽ നോക്കിയിട്ട് വേറെ ആളുടെ കണ്ണിൽ നോക്കിയിട്ട് അവരുടെ മനസ്സിന്റെ സ്ഥിതി മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അത് ആർക്കും അത് ചെയ്യാൻ പറ്റും. അത് ട്രെയിനിങ് ഉണ്ടാവും, എക്സ്പീരിയൻസ് വെച്ചിട്ട്, നോളജ് വെച്ചിട്ട്, അങ്ങനെ ഡെയിലി ആ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോട്ട് റീഡിങ് ചെയ്യാൻ പറ്റും. ബേസിക് നേച്ചർ ഓഫ് തോട്ട് എന്ന് പറഞ്ഞാൽ, ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ എത്ര നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സോഴ്സ് ഓഫ് ലൈഫ്, ആ സോഴ്സിന് തന്നെ പോയിസൺ ചെയ്യും. പിന്നെ നമ്മുടെ മനസ്സമാധാനം, നമ്മുടെ വർക്കിംഗ് കപ്പാസിറ്റി, ശക്തി, പ്രസന്നത, അതെല്ലാം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യും. ഓപ്പോസിറ്റ് തോട്ട്സ്, അതായത് ജോയിന്റെ, ക്ഷമയുടെ, ഹീലിംഗ്, കറേജ്, അങ്ങനത്തെ പോസിറ്റീവ് തോട്ട്സ് ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ പവർ നല്ലോണം കൂടും. പിന്നെ നമ്മുടെ ബോഡിയിലത്തെ സെൽസിന്റെ എഫിഷ്യൻസി കൂടും, ബെറ്റർ ഹെൽത്ത് ആയിരിക്കും. അതുകൊണ്ട് സ്വാമിജി പറയുന്നത്, മാക്സിമം നമ്മളെ ചിയർഫുൾ ആയിട്ടിരിക്കാൻ നോക്കുക, ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക, ചിരിക്കുക, സന്തോഷിക്കുക. അങ്ങനെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നമ്മൾ ഇരിക്കണം മാക്സിമം. തോട്ട്സിന് ഭയങ്കര ക്രിയേറ്റീവ് പവർ ഉണ്ട്, സൃഷ്ടിക്കാനുള്ള പവർ ഉണ്ട്. ഇപ്പൊ നമ്മളൊരു വ്യക്തിനെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിൽ വരാണ് ആ വ്യക്തി നല്ലൊരു ഫ്രണ്ട് ആണെന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഒരു ബിഹേവിയറോട് നമുക്ക് തോന്നും, ശരിക്കും ഞാൻ വിചാരിച്ചത് ശരിയാണ്, നല്ലൊരു ഫ്രണ്ട് തന്നെയാണെന്ന്. അതേ സമയത്ത് നമ്മൾ ആ വ്യക്തിനെ പറ്റി പറയണ അല്ലെങ്കിൽ മനസ്സിലാലോചിക്കണ, ആള് എന്നോട് അത്ര ഫ്രണ്ട്ലി അല്ല, ചിലപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ എനിമിയാന്ന് തോന്നുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തോട്ടിന് അത്ര ശക്തി ഉണ്ട്, അത് റിയാലിറ്റി ആക്കി മാറ്റും. അപ്പോൾ ആർക്കാണോ ഈ മൈൻഡിന്റെ പവറിനെ പറ്റി അറിയുന്നത്, തോട്ട്സിന്റെ പവറിനെ പറ്റി അറിയുന്നത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്, അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് വെച്ചിട്ട്, അങ്ങനത്തെ ഒരു വ്യക്തി എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ സിമിലർ തോട്ട്സ് അട്രാക്ട് ചെയ്യും. അതായത് സെയിം ടൈപ്പ് തിങ്കിങ്ങുള്ള ആൾക്കാരാണ് കൂടുതൽ ഫ്രണ്ട്സ് ആവുക, ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. ബിക്കോസ് അവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ബിക്കോസ് അവരുടെ തിങ്കിങ്, അവരുടെ ചിന്തിക്കുന്ന രീതി ഒരു ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ അവർക്ക് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്, അതാണ് ഈ തോട്ട് വേൾഡിൽ. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടും അറിയാണ്ടേയും കുറെ സർക്കംസ്റ്റൻസസ് നമ്മുടെ ലൈഫിൽ, അതായത് ഈവൻ ലൈഫ് ഫോഴ്സസ്, തോട്ട്സ്, ഇൻഫ്ലുവൻസസ്, കണ്ടീഷൻസ് പലതും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് ഏത് ടൈപ്പാന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്ന ആ ടൈപ്പ് വൈബ്രേഷൻ ആണ്, അത് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഓരോ സിറ്റുവേഷൻസ്. ഇപ്പൊ പോസിറ്റീവ് ആലോചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് ഫേവറബിൾ സിറ്റുവേഷൻസ് വരും. നെഗറ്റീവ് ആയിട്ട് ആലോചിക്കാൻ തുടങ്ങിയാൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് നമ്മളെ അട്രാക്ട് ചെയ്യും നമ്മുടെ ലൈഫിൽ. അതുകൊണ്ടാണ് സ്വാമിജി പറയുന്നത്, നമ്മുടെ ഡെസ്റ്റിനി നമ്മുടെ കയ്യിലാണ്.
നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു ആ രീതിയിലായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടാവാൻ പോണത്, നമ്മുടെ ഡെസ്റ്റിനി ചേഞ്ച് ചെയ്യാൻ പോണത്. പിന്നെ തോട്ട് പവറിന്റെ ആപ്ലിക്കേഷൻ, വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ലോ ആണ്. നമ്മുടെ ഹാർട്ടിനെ എപ്പോഴും യങ് ആയിട്ട് വെക്കുക. അതെങ്ങനെയാ? പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ല തോട്ട്സ് ഇടുക. നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യരുത്. അതായത് എനിക്ക് വയസ്സായി അതുകൊണ്ട് എൻ്റെ ഓർമ്മശക്തി കുറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ വയ്യ, അല്ലെങ്കിൽ ഈ ഏജിൽ എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല, ഈ ഈ സാധനങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ആലോചിക്കരുത്. നേരെ മറിച്ച് പോസിറ്റീവായിട്ട് ആലോചിക്കുക. എനിക്ക് നല്ല മെമ്മറി പവർ ഉണ്ട്, എൻ്റെ ഹെൽത്ത് നന്നായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ സ്ട്രോങ് ആണ്. നമ്മൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ സ്ട്രോങ് ആണെന്ന് എപ്പോഴും ആലോചിച്ച് കഴിഞ്ഞാൽ അതുപോലെ ആവും. വീക്ക് ആണെന്ന് പറഞ്ഞാൽ ആലോചിച്ചിരുന്നതിന് വീക്ക് ആവും. അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവ് സജഷൻസ് കൊടുക്കണം, മൈൻഡിൽ പോസിറ്റീവ് തോട്ട്സ് വെക്കണം. അപ്പോൾ നല്ല ഹെൽത്ത്, ഹാപ്പിനെസ്സും ജോയ് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് വരുത്താം. തോട്ട്സിന്റെ നിയമങ്ങൾ എല്ലാ മനുഷ്യന്മാർക്ക് ഈ ലോ ഓഫ് തോട്ട്, അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ മനസ്സിലാക്കി ഇരിക്കണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ഹാപ്പി ലൈഫ് ജീവിക്കാം. അങ്ങനത്തെ വ്യക്തിക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഇൻഫ്ലുവൻസസ് വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിയിട്ട് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും, അതിന്റെ ഇഫക്റ്റ് നിന്ന് പുറത്തു വരാൻ പറ്റും. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ, ഇതിന്റെ ഈ ലോസ് അറിയില്ലെങ്കിൽ, നമ്മൾ ആ വരുന്ന നെഗറ്റീവ് തോട്ട്സിന്റെ സ്ലേവ് ആയി പോകും, അൺഹാപ്പി ആയിട്ടിരിക്കും. എല്ലാം ക്വാളിറ്റി ഉണ്ടായാലും, വെൽത്ത് ഉണ്ടായാലും, പ്രോപ്പർട്ടി ഉണ്ടായാലും മനസ്സമാധാനം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. ബിക്കോസ് പല തോട്ട്സ് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പല സാധനങ്ങളോട് നമ്മൾ എഫക്റ്റ് ആയി പോവാണ്. ഷിപ്പിലത്തെ ക്യാപ്റ്റന്റെ കയ്യിൽ ഒരു കോമ്പസ് ഉണ്ടാവും, സമുദ്രത്തിന്റെ ജ്ഞാനം ഉണ്ടാവും, അതിൽ പോകാനുള്ള വഴികളിനെ പറ്റിയിട്ട് അറിയാം, കറൻസിനെ പറ്റിയിട്ട് അറിയാം. അങ്ങനത്തെ ക്യാപ്റ്റന് ആ ഷിപ്പിനെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ പറ്റും. ആ നോളജ് ഒന്നും ഇല്ലെങ്കിൽ നേരെ ഒരു റോക്കിൽ പോയിട്ട് അടിച്ച് കംപ്ലീറ്റ്ലി തകർന്നു പോകും. അതുപോലെ നമ്മുടെ നമുക്കും ഈ നോളജ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻസ് നമുക്ക് പോസിറ്റീവായിട്ട് എടുത്ത്, അല്ലെങ്കിൽ പോസിറ്റീവ്ലി ഹാൻഡിൽ ചെയ്തിട്ട് നമ്മുടെ ലൈഫ് നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ലോ ഓഫ് തോട്ട് ആൻഡ് നേച്ചർ. വിവേക ബുദ്ധി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നല്ല ശ്രദ്ധയോടെ എല്ലാ തോട്ട്സിനെ നിരീക്ഷിക്കാൻ പറ്റും. അത് നല്ല തോട്ട് ആണോ അല്ലേ, അത് ഞാൻ എൻ്റെ ഉള്ളിൽ വെക്കണോ വേണ്ടേ, അത് എന്നെ ഹെൽപ്പ് ചെയ്യോ ഇല്ലേ, അങ്ങനെ ആലോചിക്കാൻ തുടങ്ങും. ഈ തോട്ട് വെച്ചിട്ട് എനിക്ക് സന്തോഷം കിട്ടുമോ, അതോ അത് യൂസ്ലെസ് തോട്ടാണോ, അങ്ങനെ വളരെയധികം ഒരു തോട്ടിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രാക്ടീസ് വെച്ചിട്ട് ഗുഡ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് അതിന്റെ കൂടെ പേഷ്യൻസ്, കരുണ, യൂണിവേഴ്സൽ ലവ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യും. തോട്ട്സിന്റെ കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ, അതിനെ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ, അങ്ങനത്തെ ഒരു വ്യക്തി വളരെ കുറച്ച് സംസാരിക്കുമ്പോൾ വളരെ സ്വീറ്റ് ആയിട്ട് സ്നേഹത്തോടെ സംസാരിക്കും, സത്യം പറയും. ആൻഡ് ലൈഫിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള സർക്കംസ്റ്റൻസസ് അട്രാക്ട് ചെയ്യും. അവര് പുറത്ത് റിലീസ് ചെയ്യുന്നത് പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളായിരിക്കും ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചറും അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പോണത് ഫേവറബിൾ സർക്കംസ്റ്റൻസസ് ആയിരിക്കും, ഹാപ്പിനെസ് ആയിരിക്കും. തോട്ട്സ് ബൂമറാങ് ആണ്. അതുകൊണ്ട് സ്വാമിജി പറയുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മുടെ ഓരോ തോട്ടിനെ പറ്റിയിട്ട്. നമ്മൾ എന്താണ് പുറത്ത് റിലീസ് ചെയ്യുന്നത്, അത് തന്നെയാണ് നമുക്ക് തിരിച്ചു വരാൻ പോകുന്നത്. അല്ല, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ഈവിൾ തോട്ട്സ്, നെഗറ്റീവ് ഈവിൾ തോട്ട്സ്. ബിക്കോസ് അത് ത്രൈസ് കേഴ്സ്ഡ് എന്ന് പറയുന്നത്, 3 പ്രാവശ്യം ശപിച്ചതാ. കാരണം ആരുടെ ഉള്ളിലാണോ ഈ നെഗറ്റീവ് തോട്ട്സ് ഇരിക്കുന്നത്, ഫസ്റ്റ് അവരുടെ മെന്റൽ ബോഡി ഹാംഡ് ആയിരിക്കും, അവരുടെ മെന്റൽ ബോഡിയിൽ ഭയങ്കര നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ആ വ്യക്തി ആരെ പറ്റിയിട്ടാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ആലോചിക്കുന്നത്, അവർ റിലീസ് ചെയ്യുമ്പോൾ ഈ തോട്ട്സ് പോയിട്ട് അവരെയും ഹാം ചെയ്യും. മൂന്നാമത് ഹോൾ മാൻ കൈൻഡിനെ എഫക്ട് ചെയ്യും. കാരണം ഇത് റിസീവ് ചെയ്യാൻ പല ടൈപ്പ് വൈബ്രേഷനുള്ള ആൾക്കാരാണ്, ആൻഡ് ഇതിന് ലൈറ്റ്നിങ് സ്പീഡാണ്. അപ്പൊ ആർക്കൊക്കെയാണ് സിമിലർ വൈബ്രേഷൻ, നെഗറ്റീവ്, ലോ വൈബ്രേഷൻ, ഈവിൾ വൈബ്രേഷൻസ് റിലീസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ, അവർ പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യും ഈ തോട്ട്സ്. പിന്നെ അവരുടെ ഉള്ളിൽ കുറച്ചും കൂടെ ഡിസ്റ്റർബൻസും അൺറെസ്റ്റും ആൻഡ് ഇങ്ങനത്തെ ഫീലിങ്സ് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആവും. സോ അതുകൊണ്ടാണ് ഈവിൾ തോട്ട്സ് ത്രൈസ് കേഴ്സ്ഡ് എന്ന് പറയുന്നത്. സെയിൻറ്റ്ലി തോട്ട്സിന്റെ കളർ ആൻഡ് ഇൻഫ്ലുവൻസ്. ബുദ്ധ ഭഗവാൻ പറഞ്ഞത് നമ്മളെല്ലാവരും തോട്ട്സ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് തോട്ട്സിന്റെ കാരണമാണ്, ആലോചനകളുടെ കാരണമാണ് നമ്മൾ പല പ്രാവശ്യം ജനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും അധികം ശ്രമിക്കേണ്ടത് നമ്മുടെ തോട്ട്സിന്റെ ശുദ്ധീകരണമാണ്. നമ്മളൊരു സേജ് അല്ലെങ്കിൽ മഹർഷി അല്ലെങ്കിൽ ഒരു തോട്ടിനെ കൺട്രോൾ ചെയ്ത് ഒരാളുടെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ വളരെയധികം സമാധാനം നമുക്ക് അനുഭവപ്പെടും. അതേ സമയത്ത് നമ്മൾ ഒരു നെഗറ്റീവ് തോട്ട്സ് ഉള്ള ഒരാളുടെ അടുത്ത് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കംഫേർട്ട് തോന്നും, അൺഈസി ആയിട്ട് തോന്നും. ഈ തോട്ട്സിന്റെ ഒരു വേറൊരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തോട്ട് ഫോർമേഷൻ ആണ്. ആ തോട്ട് ഫോംസ് ഒരു ലിവിങ് എൻറ്റിറ്റി ആണ്. അതിനൊരു ശക്തിയുണ്ട്. അതായത് എന്താണ് തിങ്കർ
ആലോചിക്കുന്നത് ആ സാധനങ്ങൾ ആ ഉദ്ദേശം നടത്തി കൊടുക്കും ഈ തോട്ട് ഫോം. ഇപ്പൊ ബ്ലൂ തോട്ട് ഫോംസിന്റെ അർത്ഥം ഡിവോഷൻ ആണ്. സെൽഫിഷ് ആയിട്ടുള്ള തോട്ട് ഫോംസ്, അല്ലെങ്കിൽ അഹങ്കാരം നിറഞ്ഞിട്ടുള്ള തോട്ട് ഫോംസ്, അല്ലെങ്കിൽ ദേഷ്യമുള്ള തോട്ട് ഫോംസിന്റെ കളർ വ്യത്യാസം ഉണ്ടാവും. സെൽഫിഷ് ആണെങ്കിൽ അതൊരു ഗ്രേ ബ്രൗൺ ആയിരിക്കും. പ്രൈഡ് ഒക്കെ, അഹങ്കാരം ഉണ്ടെങ്കിൽ ഒരു ഓറഞ്ച്, ആങ്കർ ആണെങ്കിൽ, ദേഷ്യമൊക്കെ ആണെങ്കിൽ റെഡ് കളർ ആയിരിക്കും. നമ്മൾ ഏത് സമയം ഒരു ചിന്തകളുടെ ഒരു സമുദ്രത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിന്ന് സ്വാമിജി പറയുന്നത് കാൽ ഭാഗം പോലും നമ്മുടെ തോട്ട്സ് അല്ല. നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന മെജോറിറ്റി ഓഫ് ദ തോട്ട്സ് അതെല്ലാം പുറത്തുനിന്ന് വരുന്നതായിരിക്കും, വേറെ ആൾക്കാരുടെ തോട്ട്സ് ആയിരിക്കും, അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന തോട്ട്സ് ആയിരിക്കും. ആൻഡ് അത് നമ്മൾ സീരിയസ്ലി എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് സ്വാമിജി എപ്പോഴും പറയുന്നത് നമ്മൾ ഭഗവാന്റെ പേരെടുക്കണം, നമ്മുടെ ഉള്ളിൽ വരുന്ന തോട്ട്സിനെ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും അതിന്റെ ഇൻഫ്ലുവൻസിന്, അതിന് രക്ഷപ്പെടാം, ഈവിൾ തോട്ട്സ് എന്നൊക്കെ രക്ഷപ്പെടാം. ഓരോ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മുടെ ചുറ്റും. ആൻഡ് ഹൈലി ഡെവലപ്ഡ് മൈൻഡ്സ്, സെയിന്റ്ലി പീപ്പിൾ, അങ്ങനത്തെ ഒക്കെ ആൾക്കാരുടെ ഓറ ഭയങ്കര പവർഫുൾ ആയിരിക്കും. അവർക്ക് ലെസ് ഡെവലപ്ഡ് മൈൻഡ്സ് അവര് നല്ലോണം സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. വലിയ വലിയ മാസ്റ്റേഴ്സിന്റെ പ്രസൻസിൽ അവരുടെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വളരെ സമാധാനവും ശാന്തി മാത്രമല്ല, പുതിയ പുതിയ നല്ല നല്ല ഡിവൈൻ ക്വാളിറ്റീസിനെ പറ്റിയിട്ട് നമുക്കത് നമ്മുടെ ഉള്ളിൽ ഇംപ്രഷൻസ് വരും. കാരണം ഈ മാസ്റ്റേഴ്സ് അവരുടെ ഓറയിൽ ത്രൂ നല്ല പോസിറ്റീവ് വൈബ്രേഷൻസ് ആണ് റിലീസ് ചെയ്യുന്നത്. മൈൻഡിൽ പല ടൈപ്പ് ഓറാസ് മൈൻഡ് ക്യാരി ചെയ്യും. ഓറിന് സംസ്കൃതത്തിൽ പറയുന്നത് തേജസ് എന്നാണ്. ഒരു ബ്രില്യൻസ്, ഒരു ലൈറ്റ് ആണ്, ഒരു ഹാലോ. ഈ മൈൻഡിന്റെ ഒരു ഫെനോമിനൻ ആണത്. ഫുള്ളി ഡെവലപ്ഡ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പൊ ബുദ്ധ ഭഗവാന്റെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും അവരുടെ ഹാലോ, ഈ ഓറ. ആൻഡ് അതിന് വളരെയധികം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനും പറ്റും. ആൻഡ് പല ആൾക്കാരെ വളരെ പോസിറ്റീവ്ലി ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ എഫക്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കാണ് വാല്യൂ ആൻഡ് യൂസസ് ഓഫ് തോട്ട് പവർ. അതിന് പല യൂസസ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഇപ്പോൾ മറ്റേ ആൾക്കാരെ ഈ തോട്ടിന്റെ വൈബ്രേഷൻസ്, സ്പന്ദനങ്ങൾ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു സന്യാസിക്ക് പല കാര്യങ്ങൾ ഈ തോട്ട് വൈബ്രേഷൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അവർക്കൊരു പ്ലാറ്റ്ഫോമോ ഒരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് സ്പീച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് എവിടെ അവർ ഇരിക്കണം അവിടെ വെച്ചിട്ട് തന്നെ അവർക്ക് തോട്ട്സ് റിലീസ് ചെയ്യാൻ പറ്റും. ചിലവരുടെ ജീവിതം തന്നെ ഒരു എക്സാമ്പിൾ ആയിരിക്കും. ജീവിതം നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറെ സാധനങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. അവരെ കണ്ടാൽ തന്നെ കുറെ ആൾക്കാർക്ക് മനസ്സമാധാനം, ശാന്തി കിട്ടും. അത്രയും പവർഫുൾ ആയിരിക്കും അവരുടെ തോട്ട് വൈബ്രേഷൻസ്. പിന്നെ ഡോക്ടേഴ്സിന് അവർക്കും ഹീലിംഗ് ചെയ്യാൻ പറ്റും സജഷൻസ് വെച്ചിട്ട്. സ്വാമിജി പറയുന്നത് എല്ലാ ഡോക്ടേഴ്സിന് ഈ നല്ലൊരു ജ്ഞാനം വേണം ഈ സയൻസ് ഓഫ് സജഷനെ പറ്റിയിട്ട്. ഈ സയൻസ് ഓഫ് സജഷനും ആൻഡ് പോസിറ്റീവ് തോട്ട്സ് ഉപയോഗിച്ചിട്ട് അവർക്ക് പല ഡിസീസസ് ക്യൂർ ചെയ്യാൻ പറ്റും. എല്ലാം ഫീൽഡിലത്തെ ഡോക്ടേഴ്സ്, അതായത് ഹോമിയോപ്പതി, അലോപ്പതി, ആയുർവേദ, യുനാനി, എല്ലാ സിസ്റ്റമിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അവർക്ക് അവരുടെ സിസ്റ്റത്തിന്റെ കൂടെ ഈ സയൻസ് ഓഫ് സജഷൻസ് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് അത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ ട്രീറ്റ്മെന്റിൽ റിസൾട്ട് കാണും ആൻഡ് വേഗം തന്നെ ഹീലിംഗ് നടക്കും. പിന്നെ യോഗിമാർക്കും ഈ തോട്ട് ട്രാൻസ്ഫറൻസ് വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ള അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനോ അവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ വേൾഡിലത്തെ ഏത് കോർണറിലായാലും യോഗിമാർക്ക് ആ നോളജ്, കറക്റ്റ് നോളജ്, ആ കറക്റ്റ് സ്റ്റുഡന്റിന് യോഗീസിന് ഇതുപോലെ തന്നെ തോട്ട് ട്രാൻസ്ഫറൻസ് വെച്ചിട്ട് പല കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പല ഇൻഫർമേഷൻ. ഇപ്പൊ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് കിട്ടിയാൽ അവർ വേൾഡിലത്തെ ഏത് കോർണറിലാണെങ്കിൽ പോലും അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നോളജ്, മെസ്സേജസ് പെട്ടെന്ന് തന്നെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. പല കാര്യങ്ങളും നമുക്ക് സൂപ്പർ നോർമൽ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ട് തോന്നുന്നത് യോഗികൾക്ക് അത് വെരി സാധാരണ ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് മറ്റേ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും തോട്ട്സ് വെച്ചിട്ട്. അതിന് ലാംഗ്വേജിന്റെ ആവശ്യമില്ല. അത് അവര് യോഗീസ് ഒക്കെ ടെലിപ്പത്തി വെച്ചിട്ടാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അതിന്റെ കോൺസെൻട്രേഷൻ വേണം, തോട്ടിന്റെ കോൺസെൻട്രേഷൻ, അതിനെ ഡയറക്റ്റ് ചെയ്യണം വിൽ പവർ വെച്ചിട്ട്. ഇപ്പൊ ടെലിപ്പത്തി വെച്ചിട്ട് കുറെ കാര്യങ്ങൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെയും കുറെ യൂസസ് ഉണ്ട്. ഇപ്പൊ ടീച്ചേഴ്സിനും പ്രൊഫസേഴ്സിനും ഈ നോളജ് ഉണ്ടെങ്കിൽ, സയൻസ് ഓഫ് സജഷൻ, ഓട്ടോ സജഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ എഡ്യൂക്കേഷനിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് കുറെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അവരുടെ സ്റ്റഡീസിൽ. കൊച്ചുകുട്ടികളുടെ മനസ്സ് ഇലാസ്റ്റിക് പോലെ ആയിരിക്കും, ടെൻഡർ ആയിരിക്കും. അവർ ആ സമയത്ത് മനസ്സിലാക്കിയെടുക്കുന്ന പല കാര്യങ്ങൾ, ഇംപ്രഷൻസ് ഉണ്ടാവുന്നതൊക്കെ പെർമനന്റ് ആയിരിക്കും. അഡൾട്ട്സ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഇപ്പൊ എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് ഉണ്ടെങ്കിലോ ഇംപ്രഷൻസ് ഉണ്ടെങ്കിലോ അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. പേരൻസിനും അതുപോലെ തന്നെ ഈ സയൻസ് ഓഫ് സജഷൻ ഉപയോഗിച്ചിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചിലവർക്ക് പേടി ഉണ്ടാവും, അപ്പോൾ അവർക്ക് ഈ കറേജിനെ പറ്റിയിട്ടും
കറേജ്, ധൈര്യത്തിന്റെ പറ്റിയിട്ട് അതിന്റെ സ്റ്റോറീസ് ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ലയണിന്റെ പിക്ചേഴ്സ് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് ലയണിനെ പോലെ ആവണം, ധൈര്യത്തിനെ പറ്റി സംസാരിക്കാം. അല്ലെങ്കിൽ ശിവാജി മഹാരാജ് അല്ലെങ്കിൽ അർജുനനെ പറ്റിയിട്ട് സംസാരിക്കാം. അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ്, പോസിറ്റീവ് ആയിട്ടുള്ള ടോക്ക്, പോസിറ്റീവ് പിക്ചേഴ്സ്, ഡിവൈൻ ക്വാളിറ്റീസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിനെ സ്ട്രോങ് ആക്കാൻ പറ്റും. ഫങ്ഷൻസ് ഓഫ് തോട്ട് പവർ. തോട്ട് പവറിന്റെ പ്രവർത്തനങ്ങൾ. തോട്ട് പവറിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണത് നല്ല ഹെൽത്തിനെ പറ്റിയിട്ടാണ്. തോട്ട് പവറിന് നല്ല ഹെൽത്ത്, ബോഡിയിൽ നല്ല ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ബോഡി ആൻഡ് മൈൻഡ് വളരെയധികം ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്, ഇന്റേർണലി ക്ലോസ്ലി അസോസിയേറ്റഡ്. നമ്മൾ കാണുന്ന ബോഡി ശരിക്ക് ഈ സൂക്ഷ്മമായ മൈൻഡിന്റെ ഒരു ഫിസിക്കൽ ഫോമാണ്. രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ബോഡിയിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ മൈൻഡ് എഫക്റ്റ് ആവും. അതുപോലെ മൈൻഡിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഫിസിക്കൽ ബോഡിയിലും അത് ആ ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പല്ലുവേദന ഉണ്ട്, അല്ലെങ്കിൽ ചെവി വേദന, അല്ലെങ്കിൽ വയറുവേദന ഉണ്ടെങ്കിൽ ഉടനെ നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യുന്ന പണിയിൽ ശ്രദ്ധ കുറയും. അതായത് നമ്മുടെ ഫോക്കസ് മുഴുവൻ ആ പെയിനിലേക്കാണ് പോണത്. അപ്പം മൈൻഡ് റിലാക്സ്ഡ് അല്ല, ഒരു ഡിസ്കംഫർട്ടിലാണ്. ബിക്കോസ് നമ്മൾ ഫുൾ ടൈം നമ്മുടെ കോൺസെൻട്രേഷൻ ആ പെയിനിലേക്ക് പോവാണ്. അതുപോലെ തന്നെ മൈൻഡിൽ നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ദുഃഖം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും, പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. ബിക്കോസ് മൈൻഡിലൊരു സുഖമില്ല, മനസ്സിനൊരു സുഖമില്ല എന്ന് നമ്മൾ പറയും. നമുക്ക് ചെയ്യുന്ന വർക്കിൽ 100% കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെയധികം വിഷമമുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നില്ല, ജസ്റ്റ് കിടക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യത്തിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മുടെ മൈൻഡ് നമുക്ക് ഹെൽത്തി ആക്കി വെക്കാൻ പറ്റിയാൽ, തോട്ട് പവർ വെച്ചിട്ട് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലത്തെ ഇൽനെസ് നമുക്ക് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇൻഫാക്ട് നല്ല പവർഫുൾ തോട്ട് ഉള്ള ഒരാളാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും ഡിസീസിന്. ഇപ്പം നമ്മുടെ മൈൻഡിന്റെ തോട്ട്സ് എപ്പോഴും നമ്മൾ കെയർഫുൾ ആയിട്ട് വെക്കണം, അത് പോസിറ്റീവായിട്ട് വെക്കണം. അതുകൊണ്ട് നമുക്ക് കുറേ ഹീലിംഗ് കിട്ടും. അടുത്തത്, തോട്ട്സിന് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പോസിറ്റീവ് തോട്ട്സ്, നല്ല ഗുഡ് ക്വാളിറ്റി, അതായത് ഗുഡ് വെർച്യൂസ്, ഡിവൈൻ ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ, തോട്ട് പവർ വെച്ചിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് അതിൻ്റെ മുകളിൽ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പേഴ്സണാലിറ്റി അതുപോലെ മാറാൻ തുടങ്ങും. നല്ലൊരു ക്യാരക്ടർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ തോട്ട്സ് നമ്മുടെ ബോഡിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ പ്രീവിയസ് പോയിന്റിൽ കേട്ട പോലെ തന്നെ തോട്ട്സ് വെച്ചിട്ട് നമ്മുടെ നല്ല തോട്ട്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ബോഡി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ബോഡിയിൽ കുറേ ഡിസീസസ് വരും, നെഗറ്റീവ് തോട്ട്സ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. പിന്നെ തോട്ട് പവറിന് നമ്മുടെ ഡെസ്റ്റിനി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് പോലെയാണ്. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ തോട്ട് എപ്പോഴും ആലോചിക്കുകയാണെങ്കിൽ മെല്ലെ അത് ആക്ഷനിലേക്ക് രൂപാന്തരപ്പെടും. ഈ ആക്ഷൻ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഹാബിറ്റാവും. ഈ ഹാബിറ്റ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമാവും. ആൻഡ് ആ ക്യാരക്ടർ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ അത് ഡെസ്റ്റിനി ആവും. നമ്മുടെ ഫ്യൂച്ചറാണ് നമ്മുടെ ഡെസ്റ്റിനി ആവുന്നത്. പിന്നെ തോട്ടിന് മാനസിക ക്രമക്കേട് സുഖപ്പെടുത്താം, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ ക്യൂർ ചെയ്യാൻ പറ്റും. ഓരോ തോട്ട് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മളൊരു ചേഞ്ച് വരുത്തിയാൽ, ആ ഒരു പെർട്ടിക്കുലർ തോട്ടിലൊരു ചേഞ്ച് വരുത്തിയാൽ ഉടനെ നമ്മുടെ മെന്റൽ ബോഡിയിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, ഒരു സ്പന്ദനം ഉണ്ടാവും. ആ സ്പന്ദനം, ആ വൈബ്രേഷൻ മെന്റൽ ബോഡിയിൽ നിന്ന് ഫിസിക്കൽ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ആവും. അത് ട്രാൻസ്മിറ്റ് ആകുമ്പോൾ നമ്മുടെ നെർവ്സിൽ, ബ്രെയിനിലത്തെ ന്യൂറോൺസിൽ അത് ആക്ടിവിറ്റി ഉണ്ടാക്കും. അപ്പോൾ കുറേ നമ്മൾ കാണുന്ന ആക്ടിവിറ്റി, അതായത് ബ്രെയിനിലുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ബോഡിയിലത്തെ ആക്ടിവിറ്റി, എല്ലാം ചേഞ്ചസ് നമ്മുടെ ഈ തോട്ട്സിൻ്റെ കാരണമായിട്ടാണ് തുടങ്ങുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ വളരെയധികം ഇൻറ്റൻസ് പാഷൻ ഉണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, പക ഉണ്ടെങ്കിൽ, പ്രതികാരം ഉണ്ടെങ്കിൽ, അസൂയ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര ദേഷ്യം വരിക, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ആങ്സൈറ്റി ആയിട്ട് ഇരിക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ തോട്ട്സ് എല്ലാം പോയിട്ട് നമ്മുടെ സെൽസിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യും. അൾട്ടിമേറ്റ്ലി ഇത് ഡിസീസ് ആയിട്ട് മാറും. ഹാർട്ട്, ലങ്സ്, ലിവർ, കിഡ്നി, സ്പ്ലീൻ, ഇങ്ങനത്തെ എല്ലാ ഓർഗൻസ് എഫക്റ്റഡ് ആയി പോകും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് തോട്ട്സ് വെക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ തോട്ട്സ് വെച്ചിട്ട് നമ്മുടെ എൻവയൺമെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് that man is a result of environmental forces, result of his situations അല്ലെങ്കിൽ circumstances എന്ന് പറയും. ബട്ട് അത് ശരിയല്ല. കാരണം വേൾഡിൽ കുറേ ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്, പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര നല്ലതായിരിക്കില്ല. അതിൽ വളരെയധികം ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കും വളർന്നു വന്നത്. പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, ഫുഡിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും അവർ വളരെ ഹൈ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാമിജി ഒരു എക്സാമ്പിൾ വരുന്നുണ്ട്, ടി മുത്തുസ്വാമി അയ്യർ. അദ്ദേഹം ഇന്ത്യൻ ഹൈക്കോർട്ട് ജഡ്ജായിരുന്നു മദ്രാസിൽ. ആൻഡ് ഫസ്റ്റ് ഇന്ത്യൻ ഹൈക്കോർട്ട് ജഡ്ജായിരുന്നു മദ്രാസിൽ.
അദ്ദേഹം വളരെ പൂർ ആയിട്ടുള്ളൊരു ഫാമിലിയിലാണ് ജനിച്ചത്. പോവർട്ടിയിലായിരുന്നു. കഴിക്കാനും ഉടുക്കാനും അത്യാവശ്യത്തിന് പോലും ഉണ്ടായിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പക്ഷെ അവരുടെ ഹാർഡ് വർക്ക് വെച്ചിട്ട്, കംപ്ലീറ്റ് ഹാർഡ് വർക്ക്, വിൽ പവർ, ഡിറ്റർമിനേഷൻ വെച്ചിട്ട് അവർ ഈ ഹൈ പൊസിഷനിലേക്ക് എത്തി. വേറൊരു എക്സാമ്പിൾ സ്വാമിജി തന്നത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന്റെയാണ്, ജെയിംസ് റാംസെ മക്ഡൊണാൾഡ്. അദ്ദേഹം ഇതുപോലെ ഒരു പൂർ ഫാമിലിയിലായിരുന്നു ജനിച്ചത്. ആൻഡ് അവരുടെ ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ എൻവലപ്സിൽ അഡ്രസ്സ് എഴുതാനായിരുന്നു. ആൻഡ് മാസ ശമ്പളം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് 10 shillings ആയിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. പിന്നെ അവരുടെ ഇതുപോലെ തന്നെ ഹാർഡ് വർക്ക്, പോസിറ്റീവ് തിങ്കിങ്, ഡിറ്റർമിനേഷൻ, വിൽ പവർ ഇതൊക്കെ വെച്ചിട്ട് അവർ പ്രൈം മിനിസ്റ്ററായി. ശങ്കരാചാര്യർ സ്വാമിജി അദ്വൈത ഫിലോസഫീൻ്റെ മാസ്റ്ററാണ്, സ്പിരിച്വൽ ജയന്റ്, ബ്രില്യൻറ്റ് ഒരു ജീനിയസ് ആയിരുന്നു. പക്ഷെ ശങ്കരാചാര്യർ പോലും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള അൺഫേവറബിൾ സിറ്റുവേഷൻസും സർക്കംസ്റ്റൻസസിലാണ് ജനിച്ചത്. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ എൻവയൺമെൻറ്റിനെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. ഈ എൻവയൺമെൻറ്റിൻ്റെ കാരണമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത്, ഈ സർക്കംസ്റ്റൻസ് കാരണം, അല്ലെങ്കിൽ ഈ ആളുടെ കാരണം, അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന സിറ്റുവേഷൻസിൻ്റെ കാരണമാണ്. നമ്മൾ ഒരിക്കലും ആ സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. എല്ലാം പോസിറ്റീവ്ലി കാണാൻ പഠിക്കണം. നമുക്ക് സ്വന്തമായിട്ട്, ബിക്കോസ് നമുക്ക് എല്ലാം ഇൻഡിവിജ്വൽസിന് മുമ്പത്തെ ടോക്കിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു മെൻ്റൽ വേൾഡ്, സ്വന്തമായിട്ടുള്ളൊരു ചിന്താലോകമുണ്ട്. അപ്പം നമുക്ക് ആ ചിന്താലോകത്തിൽ പോസിറ്റീവ് ആക്കിയിട്ടൊരു ചിന്താലോകം ആക്കാം, പോസിറ്റീവ് തോട്ട്സ് നിറച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്കതിനെ ഫേവറബിൾ ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ പോസിറ്റീവ് തോട്ട്സ് റിലീസ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് ആ സിറ്റുവേഷനെ കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഈ തോട്ട്സ് ആണ് നമ്മുടെ ഫിസിക്കൽ ബോഡി ഫോം ചെയ്യുന്നത്. ബുദ്ധ ഭഗവാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ബോഡി, അതിൻ്റെ ഓർഗൻ എല്ലാം തോട്ട് അല്ലാണ്ട് വേറെ ഒന്നുമല്ല, കംപ്ലീറ്റ് തോട്ട്സ് ആണ്. പിന്നെ നമ്മുടെ തെറ്റായൊരു ധാരണ ഉണ്ട്, നമ്മൾ ശരീരമാണെന്ന്. അതാണ് ഏറ്റവും വലിയ റോങ് തോട്ട്. അതാണ് എല്ലാം തിന്മയുടെ വേര്. നമ്മൾ ശരീരമല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. ഡെവലപ്മെന്റ് ഓഫ് തോട്ട് പവർ, ചിന്തകളുടെ വികസനം. തോട്ട് പവർ നമുക്ക് മോറൽ പ്യൂരിറ്റി വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മോറൽ പ്യൂരിറ്റി, നല്ല ക്യാരക്ടർ, അതുപോലെ സത്യം പറയുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള തോട്ട് പവർ ഉണ്ടാവും. അതുപോലെ സദ്ഗുണങ്ങൾ, ട്രൂത്ത്ഫുൾനെസ്, പേഷ്യൻസ്, മേഴ്സി, ഹാർഡ് വർക്ക് ചെയ്യുക, ആക്റ്റീവായിട്ടിരിക്കുക, ചിയർഫുൾ ആയിട്ടിരിക്കുക, അങ്ങനെ നല്ല ക്വാളിറ്റീസൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അവർക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെന്റൽ പവർ ഉണ്ടാവും. അത് അവരുടെ ഒരു സോഴ്സാണ് മെന്റൽ പവറിന്റെ. പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വിസ്ഡം കിട്ടും. വിസ്ഡം എന്ന് പറഞ്ഞാൽ ഡിവൈൻ നോളജ് ആണ്. ഈ ഡിവൈൻ നോളജ്, ഈ വിസ്ഡം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്മോർട്ടാലിറ്റിയിലേക്ക് എത്താൻ പറ്റും. പ്യൂരിറ്റി 2 ടൈപ്പ് ഉണ്ട്, ഇന്റേണൽ അല്ലെങ്കിൽ മെന്റൽ പ്യൂരിറ്റി ആൻഡ് എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്യൂരിറ്റി. മെന്റൽ പ്യൂരിറ്റി ഫിസിക്കൽ പ്യൂരിറ്റിനെക്കാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഉള്ളിൽ ഇന്റേണൽ പ്യൂരിറ്റി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവും, ചിയർഫുൾനെസ് ഉണ്ടാവും, നമ്മുടെ കോൺസെൻട്രേഷൻ പവർ വളരെ ഹൈ ആയിരിക്കും, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതെല്ലാം നമുക്ക് നമ്മുടെ സെൽഫ് റിയലൈസേഷന് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തത് നമുക്ക് കോൺസെൻട്രേഷൻ വെച്ചിട്ട് തോട്ട് പവർ ഡെവലപ്പ് ചെയ്യാം. നമ്മുടെ ഹ്യൂമൻ തോട്ടിന് ഒരു ലിമിറ്റ് ഇല്ല, അൺലിമിറ്റഡ് ആണ് അതിൻ്റെ കപ്പാസിറ്റി. ഹ്യൂമൻ മൈൻഡ് എത്ര കോൺസെൻട്രേറ്റഡ് ആയിരിക്കും അത്രയും പവർ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സാധാരണ ആൾക്കാരുടെ മൈൻഡിൽ പല തോട്ട്സ് നടക്കും. അപ്പോൾ അതുപോലെ ഈ റേസ് ഓഫ് ദ മൈൻഡ് അത് പല സ്ഥലത്ത് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിരിക്കും, കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ആൻഡ് ഇങ്ങനെ പല റേസ് ആവുമ്പോൾ, പല സ്ഥലത്ത് പല ഡയറക്ഷനിലാവുമ്പോൾ മെൻ്റൽ എനർജി ഇങ്ങനെ ചോർന്നു പോകും. നമുക്കപ്പോൾ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ മെൻ്റൽ റേസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിക്കണം. കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ആവും. ആൻഡ് അതിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് നമ്മുടെ തോട്ട് പവറിന് ഭയങ്കര പവർ കിട്ടും. പിന്നെ ഓർഗനൈസ്ഡ് തിങ്കിങ്. ഓർഗനൈസ്ഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് റാൻഡം തിങ്കിങ്. റാൻഡം തിങ്കിങ് എന്ന് പറഞ്ഞാൽ പല സാധനങ്ങൾ ഒരേ സമയത്ത് ആലോചിക്കുക, ഒരു ഫോക്കസ്ഡ് അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരു തോട്ട് വരാം, പിന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കും, അതേ സമയത്ത് മൂന്നാമത്തെ ഒരു തോട്ട് വരും, നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതിനാണ് റാൻഡം തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാമിജി പറയുന്നത് നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യണം, നേരെ മറിച്ച് ഓർഗനൈസ്ഡ് തിങ്കിങ്ങിലേക്ക് ഫോക്കസ് കൊണ്ടുവരണം. എക്സാമ്പിളായിട്ട് സ്വാമിജി പറഞ്ഞ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുക, ആ സബ്ജക്റ്റിൻ്റെ പല വശങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക. ആ സമയത്ത് വേറെ പുറത്തുനിന്ന് എന്തെങ്കിലും തോട്ട്സ് വന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ കണക്റ്റഡ് അല്ലാത്ത എന്തെങ്കിലും തോട്ട്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോൺഷ്യസ്ലി അവെയർ ആയിട്ട് അതിനെ അവോയ്ഡ് ചെയ്യുക ആൻഡ് തിരിച്ച് നമ്മുടെ മൈൻഡിനെ ഈ ടോപ്പിക്കിലേക്ക് തന്നെ കൊണ്ടുവരാം. അതിനാണ് ഓർഗനൈസ്ഡ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആദി ശങ്കരാചാര്യനെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും അറിയണമെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ സ്വാമിജീനെ പറ്റിയിട്ട് ആലോചിക്കുകയാണ്. അപ്പോൾ സ്വാമിജിയുടെ ലൈഫിനെ പറ്റിയിട്ട്, ടീച്ചിങ്സിനെ പറ്റിയിട്ട്, ആദി ശങ്കരാചാര്യർ എവിടെയാണ് ജനിച്ചത്, ഏർലി ലൈഫ് എങ്ങനെയായിരുന്നു, ക്യാരക്ടർ എങ്ങനെയായിരുന്നു, സദ്ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു, സിദ്ധികൾ എന്തൊക്കെയായിരുന്നു അവരുടെ മെയിൻ ടീച്ചിങ്സ്,
എന്തായിരുന്നു എന്താണ് ഈ അദ്വൈത ഫിലോസഫി, എന്തിനൊക്കെ പറ്റിയിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ ശങ്കരാചാര്യ എഴുതിയ ചില ശ്ലോകങ്ങൾ, അതൊക്കെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കാം. മൈൻഡൊക്കെ നമുക്ക് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ പെട്ടെന്ന് ഈ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തിരിച്ച് ഒരു പീസ് ഓഫ് മൈൻഡ് ആൻഡ് കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ, 4 മെയിൻ ഡിസൈപ്പിൾസ്, 4 മഠങ്ങൾ, പിന്നെ എഴുതിയ കമൻട്രീസ്, ഭഗവത്ഗീതേൻ്റെ മുകളിൽ, ഉപനിഷത്തിൻ്റെ മുകളിൽ, ബ്രഹ്മസൂത്രത്തിൻ്റെ മുകളിൽ എഴുതിയ കമൻട്രീസ്. അങ്ങനെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അതിൻ്റെ പല ആസ്പെക്ട്സിനെ പറ്റിയിട്ട് ആലോചിക്കാം. അങ്ങനെ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഓർഗനൈസ് തിങ്കിങ് ഡെവലപ്പ് ആവും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഇമേജസിന് വളരെയധികം സ്ട്രെങ്ത് ഉണ്ടാവും, ഫോഴ്സ് ഉണ്ടാവും, ക്ലിയർ കട്ട് ആയിരിക്കും ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിരിക്കും ഓൾ മെൻ്റൽ ഇമേജസ്. സോ ഇതിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് നമ്മുടെ തോട്ട് പവർ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. പിന്നെ വേറൊരു ഓപ്ഷൻ സ്വാമിജി പറഞ്ഞത് വിൽ പവർ വെച്ചിട്ട്. നമ്മൾ എങ്ങനെയാണ് വിൽ പവർ ഡെവലപ്പ് ചെയ്യുക? അതായത് നമ്മുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളുണ്ടാവും, പല സമയത്ത് പല ടെംപ്റ്റേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഷുഗർ കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരായിരിക്കും, പെട്ടെന്ന് സ്വീറ്റ്സ് കാണുമ്പോൾ കഴിക്കാൻ ആഗ്രഹം വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ടെംപ്റ്റേഷനെ റെസിസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ മനസ്സിലൊരു നെഗറ്റീവ് തോട്ട് വന്നു വേറെ ആളുടെ എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു ചീത്ത വാക്ക് വന്നു, അത് നമ്മൾ വിത്ത് ഹോൾഡ് ചെയ്യുക, നമ്മൾ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ പോസിറ്റീവ് സാധനങ്ങൾ, സദ്ഗുണങ്ങൾ നമ്മൾ എൻകറേജ് ചെയ്യുക. പേഷ്യൻസ് അല്ലെങ്കിൽ മേഴ്സി, അങ്ങനെ കരുണ, അങ്ങനത്തെ പോസിറ്റീവ് തോട്ട്സിനെ എൻകറേജ് ചെയ്യുക. ആൻഡ് നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിൽ പവർ അല്ലെങ്കിൽ സോൾ ഫോഴ്സ് ഡെവലപ്പ് ആവും. വിൽ പവറിന് ഡൈനാമിക് സോൾ ഫോഴ്സ് എന്നാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എല്ലാ മെൻ്റൽ പവേഴ്സിൽ ഏറ്റവും പവർഫുൾ ആയിട്ടത് വിൽ പവറാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രാക്ടീസ് വെച്ചിട്ട് വിൽ പവർ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് പവറും ഈസി ആയിട്ട് ഡെവലപ്പ് ആവും. തോട്ട്, ദർ വെറൈറ്റീസ് ആൻഡ് ദ കോൺക്വസ്റ്റ്, അതായത് വൈവിധ്യമായ ചിന്തകളും അതിൻ്റെ കീഴടക്കം. ആദ്യത്തേത് ഗെറ്റ് ഓവർ ഗ്ലൂമി തോട്ട്സ്, അതായത് വിഷാദ ചിന്തകളെ മറികടക്കുക. ശാന്തമായിട്ട് ഇരുന്ന് നമ്മുടെ കണ്ണുകൾ അടച്ച് വിഷാദത്തിനുള്ള കാരണം കണ്ടെത്തി ആ കാരണത്തിനെ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം. വിഷാദ ചിന്തകളെ മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രചോദനാത്മകമായ കാര്യങ്ങളെയും പ്രചോദിപ്പിക്കുന്ന ചിന്തകളെയും കുറിച്ച് ചിന്തിക്കുന്നതാണ്. എപ്പോഴും നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ്, അതായത് പോസിറ്റീവ് നെഗറ്റീവിനെ മറികടക്കും. നമ്മുടെ മനസ്സിനെ ഉയർത്തുന്ന വിഷാദത്തിന്റെ വിപരീതമായ ചിന്തകളെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഏത് സമയത്താണ് സന്തോഷിച്ചിരിക്കുന്നത് ആ ചിന്തകളെ പറ്റിയിട്ട് ആലോചിക്കുക, ആ ഫീലിംഗിൽ കുറച്ച് നേരത്തേക്ക് ഇരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം വരും. പിന്നെ ഞാൻ സന്തോഷവാനാണെന്ന് നമ്മൾ മാനസികമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുക. 3-4 പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷം വരും. ഇത് രാജയോഗികളുടെ എളുപ്പമായ ഒരു വഴിയാണ്. ഇതിനെ പ്രതിപക്ഷ ഭാവം എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ക്രോധത്തിന്റെ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഉടനെ സ്നേഹത്തിന്റെ, അതിന്റെ വിപരീതമായ ചിന്തകളെ പറ്റി ആലോചിക്കുക, അതായത് സ്നേഹത്തിന്റെ ചിന്തകൾ. മനസ്സിൽ അസൂയ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ദാനധർമ്മവും മഹാമനസ്കതയുടെ നേട്ടങ്ങളെ പറ്റി ആലോചിക്കുക. രണ്ടാമത് വിക്ടറി ഓവർ ഇൻട്രൂസീവ് തോട്ട്സ്, അതായത് ചിന്തകളുടെ വലിഞ്ഞു കയറിൽ നിന്നും വിജയം. അതായത് നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ തോട്ട് കൺട്രോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പല ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും നിത്യമായിട്ട് ഇങ്ങനെ പരിശീലനം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ നെഗറ്റീവായിട്ടുള്ള ഡിസ്റ്റർബിങ് തോട്ട്സ് തന്നെത്താൻ അപ്രത്യക്ഷമാവും. പിന്നെ ഒബ്നോക്ഷ്യസ് തോട്ട്സ്, അതായത് നിന്ദ്യ ചിന്തകളെ മറികടക്കുക. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് ആത്മീയ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടാവും. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ ആത്മീയ വളർച്ച നിന്നു പോവും. അങ്ങനത്തെ ചിന്തകൾ വന്നു തന്നെ നമ്മൾ ഈശ്വരനെ പറ്റി ചിന്തിക്കണം. ഉപയോഗപ്രദവും സഹായകരവുമായ ചിന്തകളെ മാത്രമേ നമ്മൾ സ്വാഗതം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ലൗകികമായ ചിന്തകളെ പ്രാവീണ്യം നേടുക. ധ്യാനം ഒരു അഗ്നിയാണ്. ഈ അഗ്നിയിൽ അനാവശ്യമായിട്ടുള്ള ലൗകികമായ അനാവശ്യ ചിന്തകളെല്ലാം ഭസ്മായി പോവും. അതിന് നമ്മൾ നമ്മുടെ മനസ്സിനെ വളരെയധികം ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. വരുന്ന ചിന്തകളെ ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കണം. അനാവശ്യമായിട്ടുള്ള അസൂയയും വെറുപ്പും ദേഷ്യത്തിൻ്റെ ഒക്കെ ചിന്തകൾ വന്നാൽ ഉടനെ തന്നെ നമ്മൾ അതിനെ ഡിവൈൻ തോട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധ വെച്ചിട്ട് നമുക്ക് ഇംപ്യൂർ തോട്ട്സ്, അവിശുദ്ധമായ ചിന്തകൾ, അതുപോലെ നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ പോസിറ്റീവ് ആക്കി മാറ്റാം. പിന്നെ ഓവർകം ഹാബിച്വൽ തോട്ട്സ്, അതായത് പതിവശീല ചിന്തകളെ മറികടക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു ഹാബിറ്റ് ഉണ്ടാവും, ഹാബിച്വൽ തോട്ട്സ് ഉണ്ടാവും. അതായത് നമ്മൾ നമ്മുടെ ഫുഡിനെ പറ്റിയിട്ട്, ശരീരത്തിനെ പറ്റിയിട്ട്, ജോലിനെ പറ്റിയിട്ട്, ട്രാവലിങ്ങിനെ പറ്റിയിട്ട് എല്ലാ ദിവസം ഒരു പെർട്ടിക്കുലർ വേ ഓഫ് തിങ്കിങ് ഉണ്ട് നമ്മുടെ, അത് ഹാബിറ്റായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഹാബിച്വൽ ആയിട്ടുള്ള തോട്ട്സിനെ നമുക്ക് ആത്മചിന്തന കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഒറിജിനൽ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും
ധ്യാനത്തിലൂടെ. അപ്പോൾ അങ്ങനെ ഈ ആത്മചിന്തന നമ്മളെ സഹായിക്കും. അതിന് ഈ ഹാബിച്വൽ തോട്ട്സ് മാറ്റാൻ ഈസി അല്ല, അത് കുറച്ച് ടൈം എടുക്കും. കാരണം അത് എത്രയോ കൊല്ലങ്ങളുടെ പരിശീലനമാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിലത്തെ ഒരു ടൈപ്പ് ഓഫ് തോട്ടാണ്. അപ്പോൾ അതിന് ടൈം എടുക്കും, പക്ഷെ നമുക്കത് മറികടക്കാം. പിന്നെ ഉള്ളത് അനാവശ്യ ചിന്തകളെ അതിജീവിക്കുക. അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അപ്രധാനമായ ചിന്തകളെ അതിന് നമ്മൾ ഒരിക്കലും ഒരു പ്രാധാന്യം നൽകരുത്. അതിന് ഒട്ടും ഇൻഡിഫറൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ടിരിക്കുമ്പോൾ അത് തന്നെത്താൻ അപ്രത്യക്ഷമാകും. അതുപോലെ തന്നെ സഹജ ചിന്തകളിൽ പരിവർത്തനം നടത്തുക. ഈ ഇൻസ്റ്റിങ്ക്റ്റീവ് തോട്ട്സ് സ്ട്രോങ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. അങ്ങനത്തെ സമയത്ത് നമ്മൾ അധികം സംസാരിക്കാണ്ടിരിക്കുക, പെട്ടെന്ന് നമ്മൾ റിപ്ലൈ ചെയ്യാണ്ടിരിക്കുക, നമുക്ക് എന്തെങ്കിലും മനസ്സിലൊരു ഫീലിംഗ് വന്ന ഉടനെ റിയാക്ട് ചെയ്യാണ്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. പിന്നെ നമ്മുടെ തോട്ട്സിനെ വാച്ച് ചെയ്തിട്ട് നമുക്ക് ആ തോട്ട്സിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. പോസിറ്റീവ് മെത്തേഡ്സ് ഫോർ തോട്ട് കൺട്രോൾ. ചിന്ത നിയന്ത്രിക്കാനുള്ള പോസിറ്റീവ് രീതികൾ. ഏകാഗ്രതയുടെ പരിശീലനത്തിലൂടെയും പോസിറ്റീവായ മനോഭാവത്തിൽ നിന്നും നമുക്ക് തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ നെഗറ്റീവായിട്ട് തിന്മ നിറഞ്ഞ തോട്ട്സ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്, അതിന് സഹകരണം കൊടുക്കരുത്. പിന്നെ ആർട്ട് ഓഫ് തിന്നിങ് ഔട്ട് തോട്ട്സ്, അതായത് പല ടൈപ്പ് തോട്ട്സ് ഉണ്ടാവും. പോസിറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ്, ഈവിൾ തോട്ട്സ്, ഗുഡ് തോട്ട്സ്. അപ്പം നമ്മുടെ ഉള്ളിലത്തെ ഒരു ഗാർഡനിൽ കുറേ ടൈപ്പ് ചെടികളുണ്ടാവും, അതിൽ പുല്ലുണ്ടാവും. പുല്ലെടുത്ത് കളയണ പോലെ തന്നെ ഈവിളും നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനും നമ്മൾ പറിച്ചു കളയണം. പോസിറ്റീവ് തോട്ട്സ് മാത്രം വെക്കുക. അങ്ങനെ നമ്മൾ തോട്ട്സിൻ്റെ എണ്ണം കുറയ്ക്കും. പിന്നെ നെപ്പോളിയൻ മെത്തേഡ്, അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റേ വിഷയങ്ങളെ പറ്റി ചിന്തിക്കാൻ പാടില്ല. ഒരു ടോപ്പിക് മാത്രമേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വേറെ കുറേ തോട്ട്സ് വരും, പക്ഷെ അതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കരുത്. ശ്രദ്ധ പോയാൽ തന്നെ തിരിച്ച് ഇതേ സബ്ജക്റ്റിൽ ഈ വിഷയത്തിൽ തന്നെ തിരിച്ചു വരണം. അതാണ് നെപ്പോളിയൻ മെത്തേഡ്. പിന്നെ അറസ്റ്റ് റിക്കറൻസ് ഓഫ് ഈവിൾ തോട്ട്, അതായത് ദുഷിച്ച ചിന്തയുടെ ആവർത്തനത്തെ തടയുക. ചില ആൾക്കാർക്ക് ഈവിളായിട്ടുള്ള തോട്ട്സ്, ദുഷിച്ച തോട്ട്സ് കുറേ നേരം ഉണ്ടാവും മനസ്സിൽ. ഒരു എക്സാമ്പിളായിട്ട് സ്വാമിജി എഴുതിയത്, ഒരാൾക്ക് മനസ്സിൽ ഒരു 12 മണിക്കൂർ ചീത്ത തോട്ട്സ് വന്നിരിക്കുകയാണെങ്കിൽ, ആൻഡ് അതെല്ലാം 3 ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ തോട്ട് കൺട്രോൾ വെച്ചിട്ട് നിയന്ത്രിച്ചുകൊണ്ട്, തോട്ട്സിനെ നിയന്ത്രിച്ചുകൊണ്ട്, ജാഗ്രതയോടെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്കതിൻ്റെ ഒക്കറൻസ് കുറയ്ക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 3 ദിവസം ആവണത് നമുക്ക് ആഴ്ചയിൽ 1 ദിവസം ആക്കാൻ പറ്റും. അതുപോലെ 12 മണിക്കൂറാണ് ഇങ്ങനെ തോട്ട്സ് വരണമെച്ചാൽ അത് 10 മണിക്കൂറാക്കി കുറയ്ക്കാം. അങ്ങനെ ശ്രമിച്ച് നമുക്ക് മെല്ലെ ഇങ്ങനത്തെ എല്ലാ ചിന്തകളെ തന്നെ അപ്രത്യക്ഷമാക്കാം. പിന്നെ നെഗറ്റീവ് തോട്ട്സോ അല്ലെങ്കിൽ റോങ് തോട്ട്സ്, എന്തെങ്കിലും ചീത്ത തോട്ട്സ് വന്നു കഴിഞ്ഞാൽ അതിനോട് നമ്മൾ ഒരിക്കലും ദയ കാണിക്കരുത്. അതിനെ നമ്മൾ ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് സ്വാഗതം ചെയ്യാൻ പാടില്ല. ആൻഡ് ബാഡ് തോട്ട്സ് അല്ലെങ്കിൽ ചീത്ത തോട്ട്സ് വന്നു കഴിഞ്ഞാൽ അതൊരു പൂമൊട്ട് പോലെ വന്നു കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ട് നുള്ളിക്കളയണം. ലാസ്റ്റ് തോട്ട് ഡിറ്റർമിൻസ് നെക്സ്റ്റ് ബർത്ത്, അതായത് അവസാന ചിന്തയാണ് അടുത്ത ജന്മത്തെ നിർണ്ണയിക്കുന്നത്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മരിക്കാൻ നേരത്ത് ആരാണോ എന്തിനെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത്, മരിച്ചു കഴിഞ്ഞാൽ അതിൽ ചേരും. അപ്പോൾ അജാമിളന്റെ ഒരു കഥയുണ്ട്. അജാമിളൻ ശരിയായ രീതിയിലായിരുന്നില്ല ജീവിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് 10 കുട്ടികളുണ്ടായിരുന്നു. ഒടുക്കത്തെ കുട്ടിയുടെ പേര് നാരായണൻ ആയിരുന്നു. അപ്പം മരിക്കാൻ നേരത്ത് യമദൂതന്മാർ വന്നപ്പോൾ അജാമിളന് വല്ലാണ്ട് പേടി വന്നു. അപ്പോൾ ഉടനെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ, അതായത് നാരായണനെ വിളിക്കാൻ തുടങ്ങി. അവർക്ക് നാരായണനെ വിളിച്ചപ്പോൾ അത് ഭഗവാനെ പറ്റിയിട്ടായിരുന്നില്ല ചിന്ത, എന്നാലും ഭഗവാന്റെ പേരാണ് നാരായണൻ. അപ്പോൾ ആ പേരെടുത്തപ്പോൾ തന്നെ വിഷ്ണുദൂതന്മാർ വന്നിട്ട് യമദൂതരെ തിരികെ അയക്കുകയും ചെയ്തു. അജാമിളനെ വൈകുണ്ഠത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ തന്നെ ശിശുപാലൻ ഏത് സമയം ഭഗവാനെ എങ്ങനെയാണ് അപമാനിക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. ഏത് സമയം ഭഗവാനെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചത്, പക്ഷെ ഭഗവാനെ പറ്റിയിട്ടാണ് ഫുൾ ടൈം ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ലാസ്റ്റിൽ ശിശുപാലന്റെ ആത്മാവ് ഭഗവാനിൽ ചേർന്നു. വേറൊരു എക്സാമ്പിൾ തന്നത് രാജാ ഭരതന്റെ സ്റ്റോറിയാണ് അടുത്തത്. രാജാ ഭരതൻ വനത്തിൽ തപസ്യ ചെയ്യായിരുന്നു. അവിടെ ഒരു മാനിനെ കണ്ടു. മാൻ കഷ്ടത്തിലായിരുന്നു. അപ്പൊ അതിനെ രക്ഷപ്പെടുത്തി. പിന്നെ അതിനെ നോക്കാൻ തുടങ്ങി. ഇപ്പൊ മരിക്കാൻ നേരത്തെ ഏത് സമയം ഈ മാനിനെ പറ്റിയിട്ടായിരുന്നു ചിന്ത. മാനിനെ എന്താവും ഞാൻ പോയി കഴിഞ്ഞാല്, മാൻ ഒറ്റയ്ക്കാവില്ല, അങ്ങനെ ചിന്തകൾ വെച്ചിട്ടാണ് മരിച്ചത്. അപ്പോൾ അടുത്ത ജന്മം രാജഭരതൻ ഒരു മാനായി ജനിച്ചു. പക്ഷെ അഡ്വാൻസ്ഡ് സോളായ കാരണം അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അദ്ദേഹം ആരായിരുന്നു എന്ന്. അപ്പോൾ ഈ നമ്മുടെ ലാസ്റ്റ് ചിന്ത, ആ ലാസ്റ്റ് തോട്ടാണ് നമ്മുടെ അടുത്ത ജന്മം നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ നേച്ചർ ഓഫ് ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, നമ്മൾ എങ്ങനത്തെ ശരീരമായിരിക്കും എടുക്കുന്നത്, അതെല്ലാം അവസാനത്തെ ചിന്തയാണ് നിർണ്ണയിക്കുന്നത്. ദ മെറ്റാഫിസിക്സ് ഓഫ് തോട്ട് പവർ. ചിന്തകൾ
പ്രവർത്തനത്തിന്റെ പൂർവികരാണ്. നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ചിന്തകളെ ആദ്യം ശുദ്ധീകരിക്കണം. നമ്മൾ മനസ്സിന്റെ അകത്ത് എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ പുറത്ത് സിറ്റുവേഷൻസിനെ നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് അതുപോലെ നമ്മൾ ലൈഫിൽ ഒരു സിറ്റുവേഷൻസ് അനുഭവപ്പെടും. ഒരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യും. അതെല്ലാം നമ്മുടെ ചിന്താശക്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് രീതിയിലാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ എക്സ്പീരിയൻസും. അപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ചിലപ്പോൾ നല്ല സിറ്റുവേഷൻ ആയിരിക്കണം എന്നില്ല, പക്ഷെ ആ സിറ്റുവേഷന് നമ്മൾ എന്ത് മീനിങ് ആണ് കൊടുക്കുന്നത്, എന്ത് രീതിയിലാണ് അതിനെ നോക്കുന്നത്, അതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഇഫക്റ്റ്, നമ്മുടെ മുകളിലുള്ള ഇഫക്റ്റ്. അതായത് ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നു ഓക്കെ ഇത് കുഴപ്പമില്ല, ഇതിനെന്തെങ്കിലും നല്ലതായിരിക്കും, എനിക്ക് വേണ്ടി നല്ലതായിരിക്കും എന്ന് ആ രീതിയിൽ പോസിറ്റീവായിട്ട് കാണാൻ തുടങ്ങിയാൽ നമ്മുടെ ലൈഫിൽ ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ പോലും നല്ലൊരു മെല്ലെ മെല്ലെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടൊരു ഇഫക്റ്റ് വരും അതിന്. അപ്പൊ നമ്മുടെ തോട്ട്സ് ഏത് സമയം പോസിറ്റീവ് ആക്കി വെക്കണം. നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് അയക്കുന്ന വെച്ചാൽ നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നത്. എല്ലാം സൃഷ്ടികൾക്കും സുസ്ഥിരമായ ചിന്തയുടെയും നല്ല ഇച്ഛാശക്തിയുടെയും പ്രവാഹം അയച്ചുകൊണ്ടിരിക്കണം. ഓരോ ചിന്തയുടെയും പിന്നിലെ ഉദ്ദേശം സേവനവും സൗഹൃദവും ആയിരിക്കണം. സ്വർഗത്തിലോ നരകത്തിലോ ഉള്ള അനുഭവങ്ങള് അല്ലെങ്കിൽ സന്തോഷത്തിന്റെയോ ദുരിതത്തിന്റെയോ അവസ്ഥകള് നമ്മൾ അനുഭവപ്പെടുന്നത് എല്ലാം നമ്മുടെ ചിന്തയുടെ ഫലങ്ങളാണ്. നമ്മുടെ ഇന്നത്തെ അവസ്ഥ പോലും നമ്മുടെ ചിന്തയുടെ ശക്തി കൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. യഥാർത്ഥ അറിവ് ആത്മീയ ബോധമാണ്. നമ്മുടെ യഥാർത്ഥ പ്രകൃതിയെ കുറിച്ചുള്ള അവബോധമാണ്. നമുക്ക് ശരിയായിട്ടുള്ള ജ്ഞാനം കിട്ടിയാൽ, വിസ്ഡം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെയും പറ്റിയിട്ട് അറിയാൻ പറ്റും, മറ്റുള്ളവരെയും പറ്റിയിട്ട് പൂർണ്ണമായിട്ട് അറിവുണ്ടാവും. ശരിയായ ചിന്ത ശരിയായ പ്രവർത്തനത്തിലും ശരിയായ ജീവിതത്തിലും കലാശിക്കും. സൗന്ദര്യം അടിസ്ഥാനപരമായ ആത്മീയമാണ്. യഥാർത്ഥ സൗന്ദര്യം ഒരാളുടെ ഹൃദയത്തിലാണ്. അത് ഒരാളുടെ സ്വഭാവമാണ്. സൗന്ദര്യം സദ്ഗുണത്തിൽ തിളങ്ങുന്നു. മുഴുവൻ സൃഷ്ടികളുമായിട്ടുള്ള ഏകതത്വത്തിന്റെ പരിഷ്കൃതമായ സഹജാവസ്ഥയാണ് സ്നേഹം. അത് ഹൃദയത്തിന്റെ പവിത്രതയാണ്. ആരും ജനിക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടല്ല ജനിക്കുന്നത്. എല്ലാവർക്കും സ്വയം മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട്. ശ്രേഷ്ഠവും മഹത്തായവുമായ ചിന്തകളിൽ അഭയം പ്രാപിക്കുകയും പൂർണ്ണത നേടുവാൻ നമ്മൾ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കണം. തോട്ട് പവർ ഫോർ ഗോഡ് റിയലൈസേഷൻ. 2 ടൈപ്പ് ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറ്. പ്യുവർ തോട്ട്സ് ആൻഡ് ഇംപ്യുവർ തോട്ട്സ്. ശുദ്ധമായിട്ടുള്ള തോട്ട്സും അശുദ്ധമായിട്ടുള്ള തോട്ട്സും. നമ്മുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം വരിക, അല്ലെങ്കിൽ നമ്മൾ ജപം ചെയ്യുക, അല്ലെങ്കിൽ ധ്യാനം ചെയ്യുക, സ്വാധ്യായം ചെയ്യുക, ഇതൊക്കെ നല്ല പ്യുവർ തോട്ട്സിൽ പെടും. അതുപോലെ നമുക്ക് നേരെ മറിച്ച് നമ്മുടെ ഉള്ളിൽ വേറെ ആളെ ഹേർട്ട് ചെയ്യാൻ തോന്നുന്നു, അല്ലെങ്കിൽ വേറെ ആളെ വിഷമിപ്പിക്കാൻ തോന്നുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഇംപ്യുവർ തോട്ട്സിൽ പെടും. ഇംപ്യുവർ തോട്ട്സ് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും പ്യുവർ തോട്ട്സിലേക്ക്, പ്രാക്ടീസ് വെച്ചിട്ട്, റെഗുലർ പ്രാക്ടീസ് വെച്ചിട്ട്. മെല്ലെ മെല്ലെ ഈ പ്യുവർ തോട്ട്സിനെ നമുക്ക് തോട്ട്ലെസ്നെസ്സിലേക്ക് കൊണ്ടുവരണം. ചിന്തകളെ ഉണ്ടാവാൻ പാടില്ല, ആ സ്ഥിതിയിലേക്ക് പോകണം. രജസികം താമസികവുമായിട്ടുള്ള തോട്ട്സിനെ നമുക്ക് സാധന വെച്ചിട്ടും തപസ്, നിഷ്കാമ കർമ്മം, ജപം, ധ്യാനം, ഭക്തി വെച്ചിട്ട് ശുദ്ധീകരിക്കാം. നമ്മുടെ ഉള്ളില് ദൈവികമായിട്ടുള്ള ദിവ്യ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയാൽ രജസും തമസും തന്നെത്താനെ ഇല്ലാണ്ടാകും. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമായും സൂക്ഷ്മവും സുസ്ഥിരവുമാകും. ഏകാഗ്രത ലഭിക്കുകയും ചെയ്യും. 2 രീതിയിലാണ് നമുക്ക് തോട്ട് ട്രാൻസിഡൻസ് കിട്ടുക. അതായത് രാജയോഗികളുടെ മെത്തേഡും അതായത് പ്രതിപക്ഷ ഭാവം വെച്ചിട്ടും, പിന്നെ വേദാന്തിക് ടെക്നിക്ക്. രാജയോഗികളുടെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ഭാവമാണ്. അതായത് നല്ല തോട്ട്സ് അല്ല, ചീത്ത തോട്ട്സ് വന്നാൽ ഉടനെ തന്നെ അവര് അതിന്റെ പകരം പ്യുവർ തോട്ട്സിനെ മനസ്സിൽ കൊണ്ടുവരും. അത് ഒരു ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. വേദാന്തിക് ടെക്നിക്കില് അനാവശ്യമായ ചിന്തകളും വികാരങ്ങളും മനസ്സിൽ വരുമ്പോഴെല്ലാം സ്വയം നമ്മൾ ചോദിക്കണം, ഞാൻ ആരാണ്? ഞാൻ മനസ്സല്ല, ഞാൻ ആത്മാവാണ്, സർവവ്യാപിയായ ചൈതന്യമാണ്, ശുദ്ധ സച്ചിദാനന്ദനാണ്. അപ്പോൾ വികാരങ്ങൾ എങ്ങനെ എന്നെ ബാധിക്കും? എനിക്ക് ആരോടും ഒരു ബന്ധമില്ല. ഞാൻ സാക്ഷിയാണ്, ഈ വികാരങ്ങളുടെ സാക്ഷിയാണ്. ഒന്നിനും എന്നെ ശല്യപ്പെടുത്താനാകുകയില്ല. ഇങ്ങനത്തെ നിർദ്ദേശങ്ങൾ നമ്മളോട് തന്നെ ആവർത്തിക്കുമ്പോൾ ചിന്തകളും വികാരങ്ങളും സ്വയം ഇല്ലാണ്ടാകും. ഇതാണ് വേദാന്തിക് ടെക്നിക്. തോട്ട് പവർ ഫോർ ഗോഡ് റിയലൈസേഷൻ. നമ്മൾ ഏത് ചിന്തയാണ് മനസ്സിലെപ്പോഴും വെക്കുന്നത് അതെന്തായാലും മാനിഫെസ്റ്റ് ആകും നമ്മുടെ ലൈഫിൽ. ജീവിതം മുഴുവൻ തോട്ട്സിന്റെ ഒരു കളിയാണ്. മനസ്സെന്താണോ ചിന്തിക്കാൻ നിർത്തുന്നത് ആ സമയത്ത് ഡ്യുവാലിറ്റി നിൽക്കും, അതായത് ദ്വൈതത്വം നിൽക്കും. ആ സ്ഥിതിയിലാണ് നമുക്ക് ടൈംലെസ്നെസ്സിനെ അനുഭവിക്കാൻ പറ്റുക. നമ്മൾ നിശ്ചലമായിരിക്കണം. നമ്മുടെ മനസ്സിൽ വരുന്ന
ചിന്തകളുടെ അലകളെ നമ്മൾ ശാന്തമാക്കണം. ആ നിശ്ചലതയിലാണ് നമ്മുടെ മനസ്സ് ഒരുകാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലത്തെ ആത്മാവ് തിളങ്ങുന്നത്. ഏതു സമയം നമ്മൾ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കണം. ശാന്തി പ്രാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഏതു സമയം നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളില് ദിവ്യമായ പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്തകൾ വെച്ച് നിറയ്ക്കണം. തിന്മയെന്ന് പറഞ്ഞ ചിന്തകൾക്ക് ഒട്ടും സ്ഥലം കൊടുക്കാൻ പാടില്ല. അനാവശ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അനാവശ്യമായിട്ടുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ സ്ഥാനം കൊടുക്കരുത്. സൂക്കേട് മാറാനും നല്ല ആരോഗ്യം കിട്ടാനും ഏറ്റവും മികച്ച മരുന്ന് ദിവ്യമായിട്ടുള്ള ചിന്തകളാണ്. ഇങ്ങനത്തെ ദിവ്യമായിട്ടുള്ള ചിന്തകൾ, ഡിവൈൻ തോട്ട്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിന്റെ വേവ്സ്, അതിന്റെ വൈബ്രേഷൻസ് നമ്മുടെ ബോഡിയിലത്തെ എല്ലാ സെല്ലിനെ ഇലക്ട്രിഫൈ ചെയ്യും, റെജുനുവേറ്റ് ചെയ്യും, പുതിയൊരു ജീവിതം കൊടുക്കും. വേറൊരു വഴി എന്ന് പറഞ്ഞാല് ഏത് സമയം സന്തോഷം നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവണം. ജോയ്ഫുൾ ആയിട്ടിരിക്കണം, ചിയർഫുൾ ആയിട്ടിരിക്കണം. സ്വാധ്യായം ചെയ്യുമ്പോൾ അതായത് ഭഗവത്ഗീത വായിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം വായിക്കാൻ. ഏത് സമയം നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ നിറച്ചു വെക്കുക. നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരാം. ബിസി ആയിട്ട് ഇരിക്കണം. പിന്നെ സജ്ജന സാങ്കത്യം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ഉള്ളില് നല്ല നല്ല സദ്ഗുണങ്ങൾ വളർത്താൻ നോക്കണം. ദയ, ക്ഷമ, ധൈര്യം, കരുണ, അങ്ങനത്തെ നല്ല സദ്ഗുണങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം. യോഗ പ്രാക്ടീസ് ചെയ്യണം. യോഗ പ്രാക്ടീസ് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡെയിലി റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലത്തെ ഇന്നർ പവേഴ്സ് അത് ഡെവലപ്പ് ആവും. നമ്മുടെ ഉള്ളിലത്തെ എന്തെങ്കിലും സൂക്കേട് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. ദുഃഖം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും. സ്വാമിജി പറയുന്നത് ജീവിതം ഒരു യാത്രയാണ്. അശുദ്ധിയിൽ നിന്നും ശുദ്ധിയിലേക്ക്, വെറുപ്പിൽ നിന്നും പ്രാപഞ്ചിക സ്നേഹത്തിലേക്ക്, മരണത്തിൽ നിന്നും അമർത്യത്തിലേക്ക്, അപൂർണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക്, അടിമയിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്, നാനാത്വത്തിൽ നിന്നും ഏകത്വത്തിലേക്ക്, അജ്ഞാനത്തിൽ നിന്നും ശാശ്വതമായ ജ്ഞാനത്തിലേക്ക്, വേദനയിൽ നിന്നും ശാശ്വതമായ ആനന്ദത്തിലേക്ക്, ബലഹീനതയിൽ നിന്നും അനന്തമായ ശക്തിയിലേക്ക്. നമ്മുടെ എല്ലാം ചിന്തകൾ നമ്മളെ ഈശ്വരന്റെ അടുത്തേക്ക് എത്തിക്കട്ടെ. എല്ലാം ചിന്തകളും നമ്മുടെ എവല്യൂഷനിലേക്ക് സഹായിക്കട്ടെ. ലാസ്റ്റ് ആയിട്ട് സ്വാമിജി പറയുന്നത് തോട്ട് പവർ വെച്ചിട്ട് ഒരു പുതിയ സിവിലൈസേഷൻ നമുക്ക് ഉണ്ടാക്കാം. പല ടൈപ്പ് ഇൻവെൻഷൻസ് ഉണ്ടാവാറുണ്ട്, ഡിസ്കവറീസ് ഉണ്ടാവാറുണ്ട്, ലൈഫ് സേവിങ് ഇൻസ്ട്രുമെന്റ്സ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ലൈഫ് ഡിസ്ട്രോയിങ് ഡിവൈസസ്, ആറ്റം ബോംബ് പോലെ, അതൊക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇത് എല്ലാത്തിന്റെ ബാക്കിലുള്ള ഫോഴ്സ് തോട്ട് പവർ ആണ്. നമുക്കൊരു പുതിയ സിവിലൈസേഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? പുതിയ സിവിലൈസേഷന് പുതിയ തോട്ട് ഫോഴ്സ് വേണം, ടോട്ടലി ന്യൂ. അങ്ങനത്തെ ഒരു തോട്ട് ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഡിവൈൻ ലവ്, ഡിവൈൻ പീസ്, ഡിവൈൻ ജോയ്, ഡിവൈൻ ലൈറ്റ്, ഡിവൈൻ വിസ്, അങ്ങനത്തെ സദ്ഗുണങ്ങൾ ഉണ്ടാവും. കമ്പാഷൻ, മേഴ്സി, ഫോർഗിവ്നെസ്, ഇതും അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ആവും. ആൻഡ് സെൽഫ് റിയലൈസേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ലവ് ഫോർ ഗോഡ്, അതായത് ലവ് ഫോർ സെൽഫ്, അതുണ്ടാവും. വൺനെസ് എക്സ്പീരിയൻസ് ചെയ്യും ആ പുതിയ സൊസൈറ്റിയിൽ. ഇപ്പം നമുക്കറിയാം കുറേ വെൽത്തും കുറേ ടൈം ആൾക്കാർ വേസ്റ്റ് ആക്കി കളയും. അതിനൊരു ചെറിയൊരു ഭാഗം, ഒരു ചെറിയൊരു ഫ്രാക്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ പോസിറ്റീവ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു പുതിയ സിവിലൈസേഷൻ സ്റ്റാർട്ട് ആവും. ഇങ്ങനത്തെ ഒരു പുതിയ സിവിലൈസേഷനിൽ ആൾക്കാർ സ്പിരിച്വാലിറ്റീനെ പ്രൊമോട്ട് ചെയ്യും, അതിൻ്റെ ഉള്ള റിസർച്ചിന് ഫണ്ട് ചെയ്യും, ആ റിസർച്ച് നടത്തുന്ന സെയിൻസിനെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് നമ്മുടെ യങ് ആയിട്ടുള്ള മൈൻഡിനെ പൊല്യൂട്ട് ചെയ്യുന്ന ലിറ്ററേച്ചർ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യും. പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും പ്രൊമോട്ട് ചെയ്യുക. ഗുഡ് തോട്ട് കൾച്ചർ, അതായിരിക്കും മെയിൻ ഫോക്കസ്. ഇങ്ങനത്തെ ഒരു സിവിലൈസേഷനിൽ ആൾക്കാർ ശരിയായിട്ടൊരു ലൈഫ് നയിക്കും. മറ്റുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കയ്യിലുള്ള സാധനങ്ങൾ മറ്റുള്ള ആൾക്കാരിനോട് ഷെയർ ചെയ്യും. സെൽഫിഷ്നെസ് ഉണ്ടാവില്ല. ഒരു വൺനെസ് എക്സ്പീരിയൻസ് ചെയ്യും. നേച്ചറോട് അവർക്ക് ലവ് ഉണ്ടാവും. നേച്ചറിനൊക്കെ അവർ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങും. കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനം, ശാന്തിയും ഐക്യമുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും. അവിടെ പോലീസിന്റെ ആവശ്യമില്ല. ബിക്കോസ് എല്ലാവരും സ്വന്തം ഇഷ്ടം കൊണ്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, വോളണ്ടറിലി. അവിടെ ടാക്സസ് ഉണ്ടാവില്ല, ചീറ്റിംഗ് ഉണ്ടാവില്ല, കറപ്ഷൻ ഉണ്ടാവില്ല. എല്ലാവരും ഡിവൈൻ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് സ്വാമിജി വിഷ്വലൈസ് ചെയ്യുന്നത് ഫ്യൂച്ചറിലേക്ക് യൂസിങ് തോട്ട് പവർ. സമാപ്തി. മനുഷ്യനാണ് അവന്റെ വിധിയുടെ യജമാൻ. ചിന്തകൾ ഭീമാകരമായ ശക്തികളാണ്. അവ വൈദ്യുതിയേക്കാൾ ശക്തമാണ്. അവർ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയും നിങ്ങളുടെ സ്വഭാവം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ആയിത്തീരുന്നു. നിങ്ങളുടെ ആന്തരിക ലോകത്ത് നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് നിങ്ങളുടെ പുറം ലോകം നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങൾ എന്ത് ചിന്ത റിലീസ് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച ആരോഗ്യം,
സമൃദ്ധി, സന്തോഷം, സമാധാനം എന്നിവ സൃഷ്ടിക്കാൻ ചിന്തകളെ പ്രയോജനപ്രദമായി ഉപയോഗിക്കുക. നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ബോധവാന്മാരാകുക. നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിക്കുക. നിഷേധാത്മകവും അശുദ്ധമായ ചിന്തകളെ പോസിറ്റീവും ശുദ്ധവുമായ ചിന്തകളിലേക്കും പിന്നീട് ശുദ്ധമായ ചിന്തകൾ നിന്ന് ചിന്താശൂന്യതയിലേക്ക് മാറ്റാൻ പഠിക്കുക. എല്ലാവർക്കുമായി സുസ്ഥിരമായ പോസിറ്റീവ് ചിന്തകളും നല്ല മനസ്സും ഉപയോഗിച്ച് മനോഹരമായ ഒരു പുതിയ നാഗരികത സൃഷ്ടിക്കുക. താങ്ക് യു.